പൊന്നുതിരുനാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ വേലക്കാർ നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന കൊയർ ടീം, ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങൾ ശ്രമിക്കുന്ന സഹൃദയരും സ്നേഹിതരും നല്ലവരുമായ വെട്ടുവിള ദേശനിവാസികൾ, ഈ രാത്രിയും മഹിമയാർന്ന കർത്താവിൻ്റെ വേലയിൽ ഈ പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷ വേല ചെയ്യുന്ന ദൈവവേലക്കാർ, മീഡിയ ഓൺലൈനിൽ കൂടി ലോകരാജ്യങ്ങൾ ഞങ്ങളെ സാഗൂതം ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകർ, ആലയത്തിന് പുറത്തുമായി ഉപവിഷ്ടരായിരിക്കുന്ന അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, സഹോദരിമാർ, സഹോദരന്മാർ, ദൈവമക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാ മക്കൾക്കും ഒരു സന്ധ്യയെങ്കിൽ കൂടി നിസ്തുല്യനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഈ സന്ധ്യയെങ്കിലും വചനവുമായി നിൽപ്പാൻ കൃപാലുവായ ദൈവം എളിയവൻ്റെ ജീവിതത്തിൽ ഒരവസരം കൂടി തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രിയും ഈ യോഗക്കൂട്ടങ്ങൾക്ക് എന്നെ ക്ഷണിച്ച 39ാമത് വാർഷിക കൺവെൻഷൻ ക്ഷണിച്ച ക്രൈസ്റ്റ് ചർച്ച്, അതിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാ മക്കളോടുമുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്ന ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് കർത്താവിൻ്റെ വേലക്കാർ അനവധി പേർ, പാസ്റ്റേഴ്സ് കുറവാണ്. അവരിന്നലെ അനവധി, എനിക്ക് തോന്നുന്നു 25-ൽ പരം കർത്താവിൻ്റെ വേലക്കാർ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു. ഇന്ന് കർത്തൃദാസൻ പറഞ്ഞ പോലെ ശനിയാഴ്ച വൈകിട്ട് ഇവിടെയുള്ള സഭകളിലെല്ലാം വൈകിട്ട് കാത്തിരിപ്പ് കൂട്ടങ്ങളുണ്ട്. അതുകൊണ്ട് കർത്തൃദാസന്മാർ ഇന്ന് രാത്രി കുറഞ്ഞിരിക്കുന്നത്. എങ്കിലും ഇത്രത്തോളം ദൈവമക്കൾക്ക് വരുവാൻ സർവകൃപാലുവായ ദൈവം ഇടയാക്കി. കഴിഞ്ഞ രാത്രിയും ഇന്ന് പ്രഭാതത്തിലും കർത്താവിൻ്റെ മേഘപ്രത്യക്ഷതയെ പറ്റിയാണ് നാം ചിന്തിച്ചത്. ഇന്നലെ രാത്രി നാം ചിന്തിച്ചത് ഒരുവൻ ലോകത്തിൻ്റെ ഭരണത്തിലേക്ക് വരും. അതിനനുബന്ധിച്ച് ഇന്ന് 2ാം ഭാഗം വെളിപ്പാട് പുസ്തകം ഇന്നലെ രാത്രി നാം തൊട്ടുവച്ചു. മത്തായി 24:3-4-5 ഗുരു അതെപ്പോൾ സംഭവിക്കും, നിൻ്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു ചൊല്ലി, ഏറ്റവും നിർണായകമായ ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാചകന്മാർ. അതിനോടനുബന്ധിച്ച് 4 മറുപടികൾ യേശുനാഥൻ ഒലിവുമലയിൽ കൊടുത്തു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെ നിങ്ങളിതൊക്കെയും കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൻ്റെ 4 ചാലുകൾ, തമിഴ്നാട്ടിൽ ഉലകത്തിന് മുഴുവൻ കടസിക്കാതെ ചെയ്തികളും இந்த நாட்களில் 4 காரியங்கள் நீங்கள் பார்த்துருக்குது. அந்த டெலிவிஷனே பத்திரிகை எங்கே படித்தாலும் இந்த 4 காரியங்கள் எங்கேயும் இருக்குது. 1 അത്തിയാകുന്ന ഇസ്രയേൽ, യഹൂദൻ. 2 ന്യൂ വേ വേൾഡ് ഓർഡർ, ഒരുവൻ ഭരണത്തിൽ വരുന്നു. 3ാമത്തെ സംഭവമായി ആകാശവും പ്രപഞ്ചത്തിൻ്റെ ലക്ഷണങ്ങൾ. 4 ഒരു മതം ലോകത്തിൽ സകല കാര്യങ്ങളും പിടിമുറുക്കും. കാന്തൻ്റെ വരവിൻ്റെ 4 ചാലുകൾ: 1 യഹൂദ ലക്ഷണം, 2 പ്രപഞ്ച ലക്ഷണം, 3 മാർഗലക്ഷണം, 4 എതിർ ക്രിസ്തുവിൻ്റെ ലക്ഷണം. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഭരണങ്ങളെല്ലാം ഇങ്ങനെ കുഴയുമ്പോൾ, ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, ഇസ്രായേൽ, പലസ്തീൻ, റഷ്യ, ഉക്രൈൻ, അതുപോലെ തന്നെ സാമ്പത്തിക മണ്ഡലം, പ്രകൃതിക്ഷോഭങ്ങൾ, ബംഗ്ലാദേശിലെ ഭരണമട്ടിമറി, UK-യിലെ കലാപം, ഇതെല്ലാം ലോകത്തിൽ നിങ്ങൾ കാണുമ്പോൾ ഇനി ഭരണം ഒരുവൻ്റെ കയ്യിലേക്ക് വരണം. വിശുദ്ധ ബൈബിളിൽ ഇന്നലെ രാത്രി ദാനിയേൽ തൊട്ടുവച്ചു. ദാനിയേൽ പ്രവചനം 8:23, 24, 25 അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ന്യൂ വേ വേൾഡ് ഓർഡർ, വി ആർ സേയിങ് ദ പ്രൊനൗൺസേഷൻ ഓഫ് ഇംഗ്ലീഷ്. അതുതാ ഇന്ന് വരുന്ന ഏകലോക ഭരണം. അവൻ്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയാലല്ല, പിശാച് അവൻ അധികാരം കൊടുക്കും. ദാനിയേൽ 7:2 അവൻ കാണുന്ന ദർശനം, ആ രാത്രി ദർശനത്തിൽ മഹാസമുദ്രത്തിന് നേരെ ഒരു കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ച് നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ കയറി വരുന്നത് ഞാൻ കണ്ടു. തല തങ്കം, നെഞ്ചും കൈയും വെള്ളി, അരഭാഗം താമ്രം, കാലിൻ്റെ തുട ഇരുമ്പ്. ഇന്നലെ നിങ്ങളെ വരച്ച് ഞാൻ കാണിച്ചു. ബാബേൽ, മേദ്യപാർഷ്യ, ഗ്രീസിലെ ഒറ്റക്കൊമ്പൻ, റോമാ സാമ്രാജ്യം, ഇന്നത്തെ ഇരുമ്പും കളിമണ്ണും. അത് കഴിഞ്ഞാൽ യൂറോപ്പിൻ്റെ അധീനതയിൽ 10 കൊമ്പോടുകൂടി ഒരുവൻ ഭരണത്തിൽ വരും. അവൻ ഭരണത്തിൽ വന്നാൽ ഒരു ബൈബിൾ ക്ലാസ് പോലും ഇന്നലെ നിങ്ങളോട് പറഞ്ഞു. ദ ഫസ്റ്റ് ഓഫ് ഓൾ ഹി വിൽ ടേക്ക് ദ ലാൻഡ് ഓർഡർ. ദാനിയേൽ 7:24, 25 ഒരാഴ്ചവട്ടത്തേക്ക് അവൻ നിയമത്തെ കഠിനമാക്കും. 10 രാജാക്കന്മാർ യൂറോപ്പിൻ്റെ കീഴിൽ ഭരണത്തിൽ വരും. ഇന്നത്തെ യൂറോപ്യൻ യൂണിയൻ, ഷെങ്കൻ വിസ, ഇതെല്ലാം ഇതിൻ്റെ വഴികളാണ് തുറക്കുന്നത്. അവൻ സമയത്തെയും നിയമത്തെയും മാറ്റിമറിക്കും. അതാ ഇന്നലെ വിവാഹമില്ലാത്ത കാലം. അത് ഇന്നലെ നിങ്ങളോട് പറഞ്ഞു. അമേരിക്ക, ഇന്ത്യ, ലെസ്ബിയൻ, ഗൈ, സ്വവർഗ വിവാഹമെല്ലാം നടക്കും. ആ കാലമാ
എതിർ ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ്. അതിനോടനുബന്ധിച്ച് ഇന്നത്തെ കാലം സ്ത്രീകളുടെയും കുട്ടികളെയും യെശയ്യാ പ്രവചനം 3:12 ആ നാളിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടും. അതായി പത്രവാർത്ത. അവൻ വരുന്നതിന് മുമ്പ് നിയമം. സ്ത്രീകൾ ഉന്നത സ്ഥിതിയിലേക്ക് എത്തുന്ന കാലം വരുമെന്ന് ഇന്നലെ രാത്രി എൻ്റെ ജനമോ വചനത്തെ തെറ്റിച്ച് നടക്കുന്നു, അവർ നശിക്കപ്പെടുന്നു, യെശയ്യാ പ്രവചനം എഴുതി. അതിനോടനുബന്ധിച്ച് ഇന്നലെ രാത്രി നാം തൊട്ടുവച്ചു, ഇവിടെ അവൻ നിയമത്തെ മാറ്റി ഭരണം നടത്തുവാൻ വരും. അവൻ്റെ ഭരണം ഇവിടെ വെളിപ്പെടുന്നതിന് മുമ്പ് എഫേസ്യ ലേഖനം 5:15-16 പൗലോസ് ലീഗ ധന്യൻ ചൊല്ലി, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. വളരെ ക്ലിയർ കട്ടായിട്ടാണ് ഇന്നലെ വചനം പറഞ്ഞത്. അവൻ വെളിപ്പെടുന്നതിന് മുമ്പ് നാഥൻ വരുമെന്ന്. ഇന്നലെ രാത്രി 1-ാം ഭാഗം ഇടവേള കാണിക്കെടുത്തതിന് ശേഷം 2 ഭാഗവും കൂടെ ദാനിയേൽ 7-8 വാക്യങ്ങൾ. 1 ഹി വിൽ ടേക്ക് ഇറ്റ് ദ ലോ ആൻഡ് ഓർഡർ. അത് കഴിഞ്ഞ് ഇൻ്റർനെറ്റ് സിസ്റ്റം മുഴുവൻ അവൻ്റെ കയ്യിലെത്തുമെന്ന് ഇന്നലെ രാത്രി ദാനിയേൽ 7-8 വീണ്ടും രാത്രി ദർശനത്തിൽ ഘോരവും ഭയങ്കരവും 4ാമതായ മഹാമൃഗം ഭരണത്തിൽ കയറുന്നു. മുമ്പേ കണ്ട മൃഗങ്ങളിൽ വെച്ച് ഇത് വ്യത്യാസം. എതിർ ക്രിസ്തു. അതിന് ഏറ്റവും കാര്യം 3 ഭരണകൂടങ്ങളെ അവൻ തകർത്ത് കളയും. അതാ ഒരു ചെറിയ കൊമ്പായ എതിർ ക്രിസ്തു. മുമ്പേ കണ്ട സകല മൃഗങ്ങൾക്കും വ്യത്യാസം. ഈ ചെറിയ കൊമ്പിൻ്റെ പ്രത്യേകത 3 ഭരണങ്ങളെ അവൻ തകർക്കും. മുമ്പിലത്തെ 3 കൊമ്പുകൾ വേരോടെ പോയി. ദാനിയേൽ 7-8 രാജാധിപത്യം, ജനാധിപത്യം, ഏകാധിപത്യം. അതുകൊണ്ട് ഞങ്ങളുടെ കൺവെൻഷൻ പാടുന്ന കുഞ്ഞുങ്ങൾ ഇങ്ങനെ പാടും, ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു. ബംഗ്ലാദേശിലെ ഹസീന, ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഭരണകൂടം തകരുന്നു, ബ്രിട്ടനിൽ കലാപം. ഏതെല്ലാം അന്ത്യകാലമാണ്. ഇവിടെ നമ്മുടെ കൊല്ലംകോട് കടലിൻ്റെ തിരമാല ഏത് സമയവും കടൽ ഇളകിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കർത്താവിൻ്റെ വരവിൻ്റെ ചാലുകൾ. അങ്ങനെയെങ്കിൽ ആ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണ് പോലെ കണ്ണും. അതാ ഇന്നത്തെ മൊബൈൽ സിസ്റ്റം മുഴുവൻ AI സഹായത്തോടെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ 5Gയിലേക്ക് നിങ്ങളുടെ മൊബൈൽ മാറി. പഴയ സിസ്റ്റം മുഴുവൻ പോയി. പണ്ട് ലോക്കൽ കാൾ, മൊബൈൽ കാൾ. Nowadays the 4G is coming. തമിഴ്നാട് ആൾസോ കേരള. ഇങ്ങ മറ്റുമേ 4Gയും 3Gയും വന്നപ്പോൾ മനുഷ്യൻ മുഖാമുഖം കാണുന്നു. ഫേസ്ബുക്കിനകത്ത് മെസ്സഞ്ചർ കാൾ, വാട്സപ്പ് കാൾ, ട്വിറ്റർ കാൾ, അത് കഴിഞ്ഞിട്ട് ബോട്ടിം കാൾ, അത് കഴിഞ്ഞിട്ട് എത്ര ആപ്ലിക്കേഷൻസ് മനുഷ്യൻ മുഴുവൻ കാണുന്നു. അതായി കോവിഡ്. നമ്മുടെ ഡേറ്റ മുഴുവൻ വാക്സിൻ്റെ മറവിൽ, സകല സ്ഥലത്തും വാക്സിൻ്റെ മറവിൽ മനുഷ്യൻ്റെ ഇമെയിൽ ID മൊബൈൽ നമ്പർ കൊണ്ടുപോയെങ്കിൽ താമസമിനാം. ഇങ്ങ വാലിബൻ പിള്ളകൾ തമ്മിൽ സംസാരിക്കുന്ന കാണുന്നത് പോലെ സാത്താൻ ഉലകത്തെ കാണും. അവൻ്റെ കണ്ണ് മനുഷ്യനെ ദർശിക്കും. ആ കണ്ണ് നമ്മളെ കാണുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വരുമെന്ന്. 2 വമ്പ് പറയുന്ന വായു. അതിനാസ്പദമായി വോയിസ് ട്രാൻസ്ലേറ്റർ, മനുഷ്യൻ്റെ ശബ്ദം മുഴുവൻ മാറ്റുവാൻ ഇന്ന് ടെക്നോളജി ഭയങ്കര. ഗൂഗിൾ സംസാരിക്കും. തമിഴ്നാട്ടുകാരൻ, ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചയ ഗൂഗിളിൻ്റെ ആദ്യത്തെ ട്രാൻസ്ലേഷൻ. അതുകൊണ്ട് ഗൂഗിൾ സംസാരിക്കും. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു, ഇലക്ഷന് മത്സരിക്കുന്നവർ, രാഷ്ട്രീയ നേതാക്കൾ മൊബൈലിൽ കൂടി വർത്തമാനം പറയും. നിങ്ങൾ കേട്ടു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തും കേരള മുഖ്യമന്ത്രിയുടെ ഓണാശംസ, തമിഴ്നാടൻ മുതൽ മറിച്ച അരുമயான വാക്കുകൾ നിങ്ങളുടെ മൊബൈൽ കേട്ടെങ്കിൽ. ഇന്നലെ രാത്രി ഞാൻ സൂചിപ്പിച്ചു, നമ്മ കൺവെൻഷൻ കൂട്ടങ്ങൾ ഇന്ന് നാളുകളിൽ നിറയെ പറ്റിയ അരുമயான ചെയ്തികൾ കേൾക്കുന്ന ദൈവപിള്ളകൾ ഇസ്രായേലിൻ പക്കം ഒലൂമലയോട് ചേർന്ന് ഒരു താഴ്വരയുണ്ട്, മെഗിദോ താഴ്വര. ദ റിഫ്റ്റ് വാലി കം ടു മെഗിദോ. അവരൊരു പ്രത്യേക താഴ്വര. അവിടെ 1000 മനുഷ്യൻ്റെ തലച്ചോറ് വലിപ്പത്തിൽ ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നു. അതിൻ്റെ പേര് വോയിസ് ട്രാൻസ്ലേറ്റർ. 1000 ഹ്യൂമൻ ബീയിങ് ബ്രെയിൻ സാച്ചുറേറ്റഡ് കമ്പ്യൂട്ടർ. ദ വാലി ഓഫ് മെഗിദ നൗ ഓൺ ഗോയിങ്. അത് 600 ഭാഷ കൺവെർട്ട് ചെയ്തു. നിങ്ങൾ ഒരു ഭാഷ പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാഷയിൽ ഇവിടെ മോണിറ്റർ കൊടുക്കുന്നത് പോലെ. അതിനാസ്പദമായി ഇന്നലെ ഞാൻ പറഞ്ഞു, തമിഴ്നാട്ടിൽ അരുമயான സുവിശേഷകർ മോഹൻ സി ലാസറസ്, അദ്ദേഹം ആ സോഫ്റ്റ്വെയർ എടുത്തു. തമിഴിൽ പേശിയാൽ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭാഷയിൽ കൺവെർട്ട് ചെയ്യാൻ സോഫ്റ്റ്വെയർ. അതുപോലെ ജോയ്സ് മേയർ, കേരളം കാണാത്ത ജോയ്സ് മേയർ, ഹാർവസ്റ്റ് TVയിലും പവർ വിഷനിലും ഇന്ന് ഇംഗ്ലീഷിന് പകരം മലയാളമായി അവർ പറയുന്നത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇന്നത്തെ സുന്ദർ പിച്ചയുടെ ടെക്നോളജി എല്ലാം എതിർക്രിസ്തു കൊണ്ടുപോയാൽ അവൻ മെഗിദോ താഴ്വരയിൽ നിന്ന് ലോകത്തോട് സംസാരിക്കുക. ദാറ്റ് മീൻസ് വോയിസ് ട്രാൻസ്ലേറ്റർ. ആ സംസാരം നമ്മുടെ കർണപുടങ്ങളിൽ മുഴങ്ങുന്നതിന് മുമ്പ് കർത്താവിൻ്റെ ഗംഭീരനാഥം മധ്യാകാശത്തിൽ മുഴങ്ങുമെന്ന് ഇന്നലെ രാത്രി അക്കമിട്ട ഏകലോക ഭരണത്തെപ്പറ്റി ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു. 2 കാര്യങ്ങളോട് ഇന്ന് രാത്രി തൊട്ടുവച്ച് വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക്. ഇന്നലെ 3 കാര്യങ്ങളാണ് എതിർ ക്രിസ്തുവിനെ പറ്റി പറഞ്ഞത്. 1 അവൻ്റെ നിയമം, 2 അവൻ ഉലകത്തെ കാണും, 3 അവൻ്റെ സംസാരം. ഇന്ന് രാത്രി
രണ്ട് കാര്യങ്ങളോട് ഇസ്രയേലുമായി ബന്ധപ്പെട്ടും തമിഴ്നാടുമായി ഉലകവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇന്നത്തെ പ്രഭാഷണം അവസാനിക്കും. വീണ്ടും നാളെ എതിർക്ക സുവർണത്തിൽ വന്നാൽ അവൻ അടുക്ക വാതിൽക്കൽ. ഇന്നലെ ഒരു ട്രെയിൻ വരുന്നതിന് മുമ്പ്, ഒരു പ്ലെയിൻ വരുന്നതിന് മുമ്പ് ചില മുന്നറിയിപ്പ് പോലെ കോവിഡാനന്തര ലോകത്തെപ്പറ്റി ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു. 2 മുന്നറിയിപ്പുകൾ പറഞ്ഞ് വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക് യാത്രയും. കോവിഡാനന്തര ലോകം ഏകദേശം ലോക്ക്ഡൗണും ക്വാറന്റൈനുമായി നമ്മൾ ഇരുന്നു. 2021 കഴിഞ്ഞ് 22 ആയപ്പോൾ ചെറിയ മാറ്റമായി. അതിനുശേഷം റോഡിൽ നോക്കിയാൽ നിരത്തിനകത്ത് വാഹനങ്ങൾ. മിക്കവാറും ഞാൻ കളിക്കാവിളയും മാർത്താണ്ടവും അതുപോലെ തന്നെ ഉദയംകുളങ്ങര ഈ ഭാഗം മുഴുവൻ ഏറെ വർഷങ്ങൾ പ്രസംഗിക്കുന്നത് കൊണ്ട് ഞാൻ ഇവിടുന്ന് പലപ്പോഴും യാത്ര ചെയ്യുന്നതാണ്. പാറശാലയിൽ മറ്റ് 10 മണി കഴിഞ്ഞാൽ ആകെ പോകും തമിഴ്നാട് ബസ്സും കേരള ബസ്സും. അതിനിടയ്ക്ക് 2 ലോറി, ഒരു ബൈക്കാണ് സ്ഥിരം ഞാൻ യാത്ര ചെയ്യുന്നതായിരുന്നു പാറശാലയിൽ നിന്ന്. ഇന്ന് പാറശാല ചെന്നിട്ട് അപ്പുറത്ത് ജോൺസൺ ബേക്കറിയിലോട്ട് കിടക്കണമെങ്കിൽ 10 മിനിറ്റ് നിൽക്കണം. രാത്രിയായാലും ഇങ്ങനെ വാഹനങ്ങൾ പാറശാലയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടത്തേക്കാണെന്നറിയത്തില്ല. നിരത്തുകൾ മുഴുവൻ വാഹനങ്ങൾ. 2 അതിനുമപ്പുറമായി ട്രെയിൻ പാളത്തിനകത്ത്. പണ്ട് നിങ്ങളുടെ ട്രെയിൻ പാളം ഇങ്ങോട്ട് കിടക്കുന്ന 2-3 ട്രെയിനേ ഉള്ളായിരുന്നു. 1 നാഗർകോവിൽ പാസഞ്ചർ, 2 മുംബൈ കന്യാകുമാരി, 3 ഐലൻഡ് എക്സ്പ്രസ്. ഇത്രയേ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് ഈ ട്രെയിൻ പാളം അറിയത്തില്ല, പാറശാല ഇരണിയിലും അറിയത്തില്ല. സ്വോത്രം 3 വണ്ടി മാത്രമേ ഇതിലേ കൂടെ ഉള്ളായിരുന്നു. സ്വോത്രം ഇന്ന് ഈ സിംഗിൾ ലൈനിൽ കൂടി ഇലക്ട്രിക് ലൈനാക്കി തിരുവനന്തപുരം മുതൽ കന്യാകുമാരി വരെ 1/2 മണിക്കൂറിനിടയ്ക്ക് ട്രെയിൻ പൊക്കിക്കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ പണ്ടൊരു ട്രെയിൻ പോയാൽ 30 മിനിറ്റ് സമയം നമുക്ക് ചായ കുടിക്കാം, വേണേൽ ടെലിവിഷൻ ചാനൽ കാണാം. പിന്നെ ഒരു മുന്നറിയിപ്പ്, അടുത്ത ട്രെയിൻ വരുന്നത്. ഇന്നൊരു ട്രെയിൻ പോയാൽ അടുത്തവൻ കാത്തു നിൽക്കുന്നു. വന്ദേ ഭാരത്, ദുരന്തോ, ബുള്ളറ്റ് ഇതെല്ലാം കിടക്കുക. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പാടുന്നത് കൂകു കൂകു തീവണ്ടി, കൂകി പായും തീവണ്ടി, ഇങ്ങനെ കിടക്കുക. എത്ര നല്ല ട്രെയിനുകൾ. അത് കഴിഞ്ഞതിന് ശേഷം വിമാനത്താവളം. തിരുവനന്തപുരത്ത് പഴയ വിമാനത്താവളം ശംഖുമുഖം. ഞാൻ അനവധി പ്രാവശ്യം മുതൽ കൂടി യാത്ര ചെയ്യാൻ കൃപ ചെയ്തിട്ടുണ്ട്. അന്ന് രാത്രി ഒരു 9 മണിക്ക് ശേഷം പ്ലെയിനുകളൊക്കെ അനങ്ങി ഇങ്ങനെ വരുന്നത്. രാത്രി 10 മണിക്ക് പഴയ എയർപോർട്ട് സ്റ്റാർട്ടാവുന്നത്. വെളുപ്പിന് 5 മണിയോടുകൂടി 11 വിമാനങ്ങളാണ് പഴയ എയർപോർട്ടിൽ വരുന്നത്. പിന്നെ എല്ലാവരും കയറ്റുവിട്ട് കുറ്റിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. ടാക്സിക്കാരുമില്ല, ആരുമില്ല. പഴയ എയർപോർട്ട്. പക്ഷേ ഇപ്പോൾ പുതിയ എയർപോർട്ടൂടെ തിരുവനന്തപുരത്ത് വന്നു. നിങ്ങളെല്ലാം ഇവിടെ നിന്ന് യാത്ര ചെയ്തു. 2 എയർപോർട്ടിലായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പഠിപ്പിച്ച ഒരു മോന റൺവേയുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ സാറ് 680 വിമാനമാ ഒരാഴ്ചയിൽ 2 എയർപോർട്ടിൽ തിരുവനന്തപുരത്ത് ഇറങ്ങുന്നത്. ഈ പോക്ക് പോയാൽ ജനുവരിയിൽ 1000 വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങും. സ്വോത്രം നെടുമ്പാശ്ശേരി 1000 കഴിഞ്ഞു ഒരാഴ്ചയിൽ. അമേരിക്കയിൽ സുന്ദരമായ ഒരു എയർപോർട്ടുണ്ട്, അറ്റ്ലാന്റയിലെ ജാക്സൺ അന്താരാഷ്ട്ര വിമാനത്താവളം. 12 റൺവേ, 2 മിനിറ്റിൽ ഒരു വിമാനം. ഒരു ദിവസം 2400 വിമാനം ഒരു എയർപോർട്ടിൽ നിന്ന് കയറുന്നു. സ്വോത്രം എന്തൊരു കാലമായി. ഇന്നത്തെ ലോകം എവിടെ? 4 അതിവേഗത്തിൽ പോകുന്ന ബസ്സുകൾ. കേരളത്തിൽ മിന്നൽ ബസ്സുകളാണ്. ഞാൻ വിചാരിച്ച തമിഴ്നാട്ടിലും മിന്നൽ ബസ്സില്ലെന്ന്. സ്വോത്രം കഴിഞ്ഞ നാൾക്കളിൽ ഇന്ന് കുമരി മാവട്ടത്തിൽ കടയാലുമോട്, അവിടെ അസംബ്ലീസ് ഓഫ് ഗോഡ് കൺവെൻഷൻ, ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് കടയാലുമോട്. ഞാൻ അവിടെ ചെന്നു. 4 ദിവസത്തെ യോഗം. ഒരു ദിവസം ഉച്ച കഴിഞ്ഞും അവിടുത്തെ പാസ്റ്റർമാറ്റങ്ങൾ പുറത്ത് அந்த കവലയിൽ കാണാനൊക്കെ ടീയൊക്കെ സാപ്പിടാൻ വന്നപ്പോൾ ഒരു അരുമയാണ് ബസ് കിടക്കുന്നത്. അതിനകത്ത് ബോർഡ് ഇംഗ്ലീഷിൽ ചെന്നൈയിൽ നിന്ന് വെച്ചിരിക്കുന്നത്. ഞാൻ ആലോചിച്ച് ഈ ഗ്രാമത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് ബസ്സോ. അപ്പം ഞാൻ അവിടുത്തെ പാസ് ഊളിയക്കാരനായിട്ട് കേട്ട്, അയ്യാ இந்த ബസ് ചെന്നൈക്ക്. അവർ പറഞ്ഞ് 6 സ്റ്റോപ്പേ ഉള്ളു, ഇവിടുന്ന് വിട്ടാൽ 6ാമത് ചെന്നൈയാന്ന്. സ്വോത്രം കടയാലുപൂട്ടിൽ നിന്ന് മിന്നൽ ബസ് ചെന്നൈയിലേക്ക്. നിങ്ങൾക്കറിയാൻ വയ്യ. സ്വോത്രം അത്രയായി തമിഴ്നാട്ടിൽ. ബൈബിളിനകത്തുണ്ടോ? നിരത്തിൽ വാഹനം, ആകാശത്തിൽ വിമാനം, ട്രെയിനുകൾ മിനിറ്റ്, അത് കഴിഞ്ഞ് മിന്നൽ ബസ്സുകൾ നിരത്തിൽ പായുന്നു. അന്ത്യകാലം നമ്മ ബൈബിളിലേ ഇരിക്കുന്നത് നഹൂം പ്രവചനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. രഥങ്ങൾ തെരുക്കളിൽ ചടിച്ചട ചാടുന്നു, വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു, തീപ്പന്തങ്ങളെ പോലെ കുതിക്കുന്നു, മിന്നൽ പോലെ പായുന്നു. കോവിഡാനന്തര ലോകം നമ്പർ 1. നമ്പർ 2, കോവിഡ് കാലത്ത് നിങ്ങൾ കൊല്ലങ്കോടും വെട്ടുവിളയും ഊരമ്പും ചെങ്കവിളയും ഇരുന്നപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്നു, ഉപദേശിമാരായി ഞങ്ങളും വീട്ടിലിരുന്നു. പക്ഷേ മാളുകൾ പണി, അനുഗ്രഹിക്കപ്പെട്ട മാളുകൾ. തിരുവനന്തപുരത്തുനിന്ന് ഒരു കാലത്ത് കോവളം വഴി വിഴിഞ്ഞം വരുന്ന റോഡെല്ലാം ഇപ്പോൾ സൂപ്പർ ഹൈവേ ആയി. കരമന കളിക്കാവിള കാരോട് ഹൈവേ കണ്ടില്ലേ നിങ്ങളുടെ? ഈ റൂട്ടിലെല്ലാം വൻകിട മാളുകൾ. 1 ലൂലു, 2 ഏറ്റവും നിർണായകമായി വരുന്നത് റിലയൻസ്, അത് കഴിഞ്ഞ് മോർമോർ, അത് കഴിഞ്ഞ് ആദിത്യ,
ഇനി തിരുവനന്തപുരത്ത് വരുന്ന പെൻഡലൂൺ. ഇപ്പോൾ ഇനി ലോകം കാണാൻ പോകുന്നൊരു കാഴ്ച, ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് മൈക്രോചിപ്പിൻ്റെ ഉടമയായ എലോൺ മസ്ക് കരാർ ഉൾപ്പെടാൻ പോകുന്നു. $1000 കോടി പുള്ളി ഇന്ത്യയിൽ ചിലവാക്കാൻ പോകുന്നത്. അവൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വന്നാൽ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോകുന്ന കേരളത്തിലും തമിഴ്നാട്ടിലും വാൾമാർട്ട്, ലോകത്തിലെ ഏറ്റവും വലിയ മാള വാൾമാർട്ട്. അത് വന്നു കഴിഞ്ഞാൽ ഊരമ്പിലെ കച്ചവടക്കാരെല്ലാം ഗുഡ് ബൈ, ഹല്ലേലൂയ, ഹോസന്ന, സ്വോത്രം. അതായിരിക്കുന്നു വാൾമാർട്ട് വരാൻ പോകുന്നു. അങ്ങനെയെങ്കിൽ വൻകിട മാളുകൾ, ഈ മാളിനകത്ത് എന്ത് കിട്ടും? വിശുദ്ധ വെളിപ്പാട് ഈ மாலுகளில் மதர் மால். இங்கே பக்கம் தமிழ்நாடு இன்னைக்கு பெரியாது, எங்கள் பக்கம் கேரளா. நீங்கள் பார்டரில் நீதி ஸ்டோர் இருக்குது, மாவேலி ஸ்டோர் இருக்குது, சப்ளைகோ இருக்குது. அதுக்கு பெரிய கோடவுன் எங்கே இருக்குது? திருவனந்தபுரம் வள்ளக்கடவில். അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി நம்ம நடைபெற்ற கன்வென்ஷன் கூட்டங்கள் 2வது இரவு இங்கே சர்ச்சுக்குள்ள നിങ്ങൾ ഉட்கார்ക്കുന്നത് ഒരു പെരിയ മാൾ ഇപ്പോൾ സെറ്റ് പണ്ണത്. എവിടെ? ഇറാഖിൻ്റെ തുറമുഖ നഗരം ബാഗ്ദാദ്. അവിടെ നിന്നൊരു ഹൈവേ ഉണ്ട്, നജഫ് ഇർബിൽ. അവിടെ 2009 നൂർ അൽ മാലിക്കി എന്ന് പറയുന്ന ഈ ഇറാഖിൻ്റെ പ്രധാനമന്ത്രി ജപ്പാനിൽ നിന്ന് $60 ബില്യൺ മേടിച്ചു, സ്വോത്രം. എന്നിട്ട് തോവാളയിൽ നിന്ന് ചുടുകട്ട ഇറക്കുന്നത് പോലെ, നിമ്രൂദ് പണിഞ്ഞതുപോലെ ഒരു മാൾ ഇന്ന് രാത്രി ഇറാഖിൽ പണിയുന്നു. മൊബൈൽ അടിച്ചാൽ മതി, എങ്ങും പോകണ്ടാവും. അതിൻ്റെ പേര് ട്രേഡ് ബാബിലോൺ, വ്യാപാര ബാബിലോൺ. അതൊരു 2-3 ദിവസം പ്രസംഗം, അടുത്ത ദിവസങ്ങളിൽ എവിടെയെങ്കിലും ഞാൻ പ്രസംഗിക്കും. ആ വ്യാപാര ബാബിലോണിൻ്റെ പ്രത്യേകത അതാ. വെളിപ്പാട് 18:11 അപ്പോസ്തലനായ യോവാൻ പത്മോസിൽ കടക്കുമ്പോൾ അന്ത്യകാലം കാണുമ്പോൾ ആ ന്യായവിധിയെപ്പറ്റി ഇങ്ങനെ, ഭൂമിയിലെ വ്യാപാരികൾ, കൊല്ലങ്കോടല്ല, പാറശാലയല്ല, മാർത്താണ്ടല്ല, കളിക്കാവിളയല്ല, ഭൂമിയിലെ വ്യാപാരികൾ, പൊന്നെ, മുത്തേ, കുന്തിരിക്കം, ആട്ടിയമാവ്, നേരിയ തുണി. അതിനകത്ത് 3 മലയാള പദങ്ങൾ, തമിഴ് ബൈബിളിലും അത് കാണും. മനുഷ്യൻ്റെ പ്രാണൻ, മനുഷ്യൻ്റെ ദേഹം, മനുഷ്യൻ്റെ ജീവൻ, ഇതെല്ലാം മാളിനകത്ത് കിട്ടും. അതിനാസ്പദമായി കളിക്കാവിളയിലായാലും നിങ്ങൾ വാർത്താണ്ടത്തായാലും തിരുവനന്തപുരത്തായാലും ഇന്നും മാളിൽ ചെന്നാൽ 2 കാര്യം വന്നു. ഒന്ന്, അപ്പോളോയുടെ ഫാർമസി അല്ലെങ്കിൽ ആസ്റ്ററിൻ്റെ ഫാർമസി മാളിനകത്ത്. 2, മനുഷ്യൻ്റെ അവയവങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ലാബുകൾ ഇന്ന് വൻകിട മാളിനകത്ത്. ഇനി വരാൻ പോകുന്നത് മനുഷ്യൻ്റെ അവയവം മാളിനകത്ത് കിട്ടും. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. ഇന്ന് രാത്രി നമ്മുടെ അരിമയാന ടൗൺ ഊരമ്പ് 2 ബൈക്കുകൾ, 2 വാലിബർ ബൈക്കിൽ പോന്നു, തട്ടുന്നു. 2 പേരും തെറിച്ചു വീണു. ഹെൽമെറ്റ് ഇല്ലാത്ത ചെറുപ്പക്കാരൻ തെറിച്ചു വീണു. അവൻ്റെ തല ചെന്നടിച്ചു. ഒരുപക്ഷെ സെറിബ്രൽ നെർവസ് സിസ്റ്റം ഫെയിലുവർ. അവിടെ വെച്ച് അവൻ കുഴഞ്ഞു മരിക്കും. പക്ഷേ കഴുത്തിന് താഴെ ഭാഗങ്ങൾ ക്ലിയർ. അവൻ്റെ ഹാർട്ട്, അവൻ്റെ പാൻക്രിയാസ്, അവൻ്റെ ലങ്സ്, അവൻ്റെ ലിവർ, ഇത് കട്ട് ചെയ്ത് ഏത് ഡോക്ടർ എടുത്താലും 8 മണിക്കൂർ കൊണ്ട് ഐസിനകത്ത് വെച്ച്, നമ്മുടെ പൂവാറിൽ നിന്ന് മീൻ കിട്ടി ഊരമ്പ് ചന്തയെ കൊണ്ടുവരുന്ന പോലെ ബാഗിനകത്ത് വെച്ച് കഴിഞ്ഞ് എവിടെ കൊണ്ടുപോയാലും ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. ഓൺലി 8 hours മനുഷ്യൻ്റെ ഓർഗൻസിന് ചലനം കിട്ടും ഐസ് ക്യൂബിൽ. അതുകൊണ്ടായി ഹൃദയമായിട്ട് ചെന്നൈ അപ്പോളോ അല്ലെ തിരുവനന്തപുരത്ത് നിന്ന് അടുത്ത സ്ഥലത്ത് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുന്നത്. ആ കാലം കഴിഞ്ഞു, കാലം മാറി, കഥ മാറി. വലിയൊരു സംഭവം നടക്കുന്നു. ഇന്നൊരു ആക്സിഡൻ്റ് ഉണ്ടായാൽ, ഒരു മനുഷ്യൻ്റെ അവയവം, ഒരു ചെറുപ്പക്കാരൻ മരിച്ചാൽ അവൻ്റെ അവയവം എടുത്തൊരു ഫ്ലൂയിഡിനകത്തിടാം. അതിന് ശാസ്ത്രലോകം പേരിടുന്നു അനിമാറ്റിക് ഫ്ലൂയിഡ്. അതിനകത്തിട്ടാൽ 14 വർഷം കേടുകൂടാതെ ഒരവയവത്തെ സൂക്ഷിക്കുവാൻ ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ 9 മാസം 9 ദിവസം 9 വിനാഡിയും കിടക്കുമ്പോൾ കവറേജ് കിട്ടി ഫ്ലൂയിഡിനകത്ത് കിടക്കുന്നത് പോലെ ആർട്ടിഫിഷ്യൽ ഫ്ലൂയിഡ്, അനിമാറ്റിക് ഫ്ലൂയിഡ്. മലയാളം ഊരമ്പിൽ 21 വയസ്സുള്ളൊരു വാലിബൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചാൽ അവൻ്റെ ഹൃദയം എടുത്ത് വെച്ചാൽ 14 വർഷം കഴിയുമ്പോൾ അവൻ്റെ അപ്പൻ അറ്റാക്ക് വരുമ്പോൾ മകൻ്റെ ഹൃദയം എടുത്തു വച്ചാൽ അപ്പനെ ജീവിപ്പിക്കുവാൻ കഴിയും. ഭയങ്കര ടെക്നോളജി അത് വന്നു കഴിയുന്നു. അങ്ങനെയെങ്കിൽ അവയവ കച്ചവടം അന്ത്യദിനങ്ങളിലുണ്ടാകും. അതാ പത്രവാർത്തകൾ. കേരളത്തിലും വരും, തമിഴ്നാട്ടിലും വരും, എല്ലാം വരും അവയവ കച്ചവടം. അതിൻ്റെ പ്രത്യേകത പലരും പറയും, ഊളിയക്കാരൻ എന്നാ പേശുകരുത്. പഴയ കഥയെടുക്കാം. ഇന്ന് ഇവിടെ നമ്മുടെ ഊരമ്പിൽ പഴയ കാലത്ത് നല്ല അമ്മച്ചിമാരുണ്ട്. ചെറിയ കൈത്തോട്ടം എടുക്കും, നാട്ടുമാങ്ങ ഇങ്ങനെ താന്ന് കിടക്കും. മക്കളെ ഇന്നും വിളിക്കത്തില്ല. അമ്മച്ചി ഒരു വൈകിട്ട് ചായ കുടിച്ചിട്ട് ഒരു കുലുക്കും, ഒരു കമ്പയെ കിടക്കുന്ന നാട്ടുമാങ്ങ താഴെ വീഴും. ചിലത് പൊട്ടും, ചിലത് പഴുത്തതായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നല്ല വിളഞ്ഞ മാങ്ങയുണ്ട്. അതിനകത്ത് അമ്മച്ചിക്ക് അറിയാം. അമ്മച്ചി എന്തോ തുണി വെച്ച് തുടയ്ക്കും. തുണി വെച്ച് തുടച്ചതിന് ശേഷം എന്ത് ചെയ്യുമെന്നറിയാമോ? അമ്മച്ചി നല്ലതുപോലെ മാങ്ങ കഴുകും. പഴയ ഉപ്പുഭരണി എടുക്കും. ഉപ്പുഭരണിക്കകത്ത് ഉപ്പുവെള്ളം നിറയ്ക്കും. അതിനുശേഷം 2 കാന്താരി ഈ നാട്ടുമാങ്ങ കൊണ്ടിടും. ഒരു മൂടിയെടുത്ത് അടച്ചതിന് ശേഷം ഈ പല്ലി പാറ്റയും കയറാതിരിക്കാൻ വക്കത്തൊരു തുണി വെച്ച് കെട്ടും.
ഒന്നും വേണ്ട, ഫ്രീസറും വേണ്ട, അമോണിയയും വേണ്ട, ഒന്നും വേണ്ട. അമ്മച്ചി കിടക്കുന്ന കട്ടിലിൻ്റെ കീഴിൽ യവനെ വെക്ക്. 4 മാസം കഴിയുമ്പോൾ നമ്മ കാലയിലെ പഴങ്കഞ്ഞി സാപ്പിടരുത്, അമ്മച്ചി മാങ്ങ കൊണ്ടുവരും, നമ്മൾ ഞെവിടി സന്തോഷമായിട്ട് സാപ്പിടുന്നത്. സ്വോത്രം. അതുമാതിരി ഫ്ലൂയിഡിനകത്ത് ഇത് വെച്ചാൽ 14 വർഷം, ഫ്രീസറിനകത്ത് വെച്ചാൽ ഹൃദയം ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. അങ്ങനൊരു മാൾ കോവിഡിൻ്റെ മറവിൽ ഇന്ന് നിറവേറുന്നു. അതാ ഇറാഖ്. ബൈബിളിലുണ്ടോ ഇങ്ങനെ ഒരു മാൾ വരും? ഇതിൻ്റെ പേരാ മഹദിയാം ബാബിലോൺ. സക്കരിയ പ്രവചനം 5:11 നിങ്ങളുടെ ബൈബിളിൽ. അവൾക്ക് സീനാർ ദേശത്ത് ഒരു വീട് പണിവാൻ പോകുന്നു. ആ വീട് പണിഞ്ഞാൽ അവളെ സ്വസ്ഥാനത്താക്കും. അത് താൻ ട്രേഡ് ബാബിലോൺ. സക്കരിയ 5:11. കോവിഡിൻ്റെ മറവിൽ നമ്മുടെ ബൈബിളിലിരിക്കുന്ന പ്രവചനങ്ങൾ മുഴുവൻ ഒരുവൻ്റെ ഭരണത്തിലേക്ക് ലോകാന്ത്യത്തിൻ്റെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ, അകത്തളത്തിനകത്ത് പരിശുദ്ധാത്മ ശക്തി ഏറ്റെടുത്ത ദൈവമക്കൾ, രക്ഷയുടെ പെട്ടകത്തിനകത്ത് കിടന്ന ദൈവപിള്ളകൾ ഇന്ന് നடைபெற்ற കൺവെൻഷൻ കൂട്ടങ്ങളുടെ 2ാമത് രാത്രി സ്വർഗമുഖത്തേക്ക് നോക്കി പറയും, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടസി ദിനങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാ. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. വെട്ടുവിളയെ ഊരമ്പേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം വിശുദ്ധ വെളിപ്പാട് പുസ്തകം. പത്മോസിൽ യോവാൻ അപ്പോസ്തലൻ എഴുതിയ വിശുദ്ധ വെളിപ്പാട് ദീർഘദർശൻ കടിതം യോവാൻ അപ്പോസ്തലൻ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവചനം. എല്ലാവരും everyone open your Bible. In this evening we are studying book of Revelation chapter 1 verse 3. വിശുദ്ധ വെളിപ്പാട് 1:3. കുഞ്ഞുങ്ങളെല്ലാവരും ബൈബിൾ എടുത്താട്ട് അരുമയാണ് ദൈവപിള്ളകൾ 13 വാക്യങ്ങൾ വായിക്കും. ഇസ്രായേലുമായി ബന്ധപ്പെട്ടത് ക്ലിയർ ആയിരിക്കണം. അതുകൊണ്ട് എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. കുഞ്ഞു വായിച്ചേട്ടെ. മുൻ ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തുപോയി. ഇന്ന് രാത്രി 39ാമത് കൺവെൻഷനിൽ ദൈവത്തിന്റെ ദാസനാകത ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു, വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ചു കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തു. ടൈം ഈസ് കം നൗ. കണ്ണുകൾ ഒരു നിമിഷം കൂടെ മൂടാം. മഹത്വവാനായ ദൈവം നമ്മളെ കാത്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്നലെ രാത്രി ആരാധന കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ മടങ്ങിപ്പോയി. ഒരപകടം വരാതെ, ഒരാപത്ത് വരാതെ, ഒരു രോഗക്കെട്ടുകൾ നമ്മളെ ആഞ്ഞടിക്കാതെ ഇന്ന് രാത്രിയിൽ ദൈവാലയത്തിൽ വരുവാൻ മഹാദൈവം ഇടയാക്കിയതിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? സ്തുതിക്കുമ്പോൾ, ഇന്ന് രാത്രി ആരാധിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ മുഴങ്കാലെ മടക്കുമ്പോൾ, இந்த நாட்களிலே நம்ம நோய்களை மாற்றி, நம்ம கெட்டுகளை மாற்றி ஆலயத்துக்குள்ள கொண்டு வந்து ஆண்டவருக்கு மகிமை கொடுப்பார். ஒரு நல் செய்தி கூட்டங்களில் 2ാമത് இரவு നമുക്ക് ആലയത്തുക്കുള്ള മുട്ടുമടക്കുവാൻ മഹാദൈവം നമുക്ക് വഴിയൊരുക്കിയതിനാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? എല്ലാ കണ്ണുകളും അടച്ചാട്ട്. അപ്പോസ്തല പ്രവൃത്തി 1 യേശു പറഞ്ഞു, ഹല്ലേലൂയ, വാഗ്ദത്തത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം നിങ്ങൾ പട്ടണം വിട്ടു പോകുവാൻ. 2 പെന്തക്കോസ് വരുന്ന ആള് 120 പേർ ശഗിയോൻ മാളിക മുറിയിലിരിക്കുമ്പോൾ ആ ദൈവശക്തി അവരിലേക്ക് വ്യാപരിക്കുന്നു. 3 അപ്പോസ്തല പ്രവൃത്തി 3 വ്യാപരിച്ച ശക്തിയുമായി 9-ാം മണിനേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിലേക്ക് അപ്പോസ്തലന്മാർ യാത്രയായി. അവിടെ കഴിഞ്ഞ 3.5 വർഷമായി ഒരുവനെ കൊണ്ടിരുത്തത്തില്ല. എന്താ അതിന്റെ പ്രത്യേകത? സ്തോത്രം. അവർക്ക് യഹൂദ പരീക്ഷകൾക്കറിയാം യേശു വരും, അവനെ തൊട് സൗഖ്യമാകും. അവർ വിചാരിച്ചു യേശു മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് പോയി, ഇനി കാര്യം നടക്കത്തില്ല. 9-ാം മണിനേരം ആലയത്തിനകത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്ന ദൈവദാസന്മാർ, ഈ കുഞ്ഞ് അവന് കാണിക്കുകയല്ല, അവന് രോഗസൗഖ്യമല്ല വേണ്ടത്, അവൻ്റെ വിടുതലല്ല വേണ്ടത്, അവനെ കാണിക്കുക. ദൈവദാസന്മാരോട് പറയും, സഹോദരന്മാര് എനിക്ക് വല്ലതും തരണേ. കയ്യിൽ പൈസ ഒന്നുമില്ല. ആ ദൈവദാസന്മാർ മുട്ടുമടക്കി അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ അവൻ്റെ കരം പിടിച്ചിട്ട് പറഞ്ഞു, மகனே, தம்பி, நாங்கள் கையிலே பணமோ தொட்டோ கிடைக்காது, ஒன்று நாங்கள் கையிருக்குது, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ നാമം. കരം ഉയർത്തുന്നവർക്കായി ആ കരം അവ ചെറുപ്പക്കാരൻ്റെ കരങ്ങൾ തൊടുത്തപ്പോൾ അവൻ്റെ കാലുകൾ ചലിക്കുവാൻ തുടങ്ങി, അവൻ്റെ കണ്ണുകൾ, ഹല്ലേലൂയ, അവൻ്റെ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റം വരുവാൻ തുടങ്ങി. അവൻ തുള്ളിച്ചാടി എഴുന്നേറ്റ് ദൈവാലയത്തിൽ കടന്നെങ്കിൽ ഇന്ന് രാത്രി ദേശത്ത് വചനം ഇവിടെ പ്രസംഗിക്കുമ്പോൾ ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ യേശുവിനെ
യേശുവിനെ കാണുക, ചില കുരുടായ കണ്ണുകൾ തുറക്കുക, ചില മുടന്തായ കാലുകൾ ഇന്ന് രാത്രി സൗഖ്യമാകുക, ആലയത്തിലുള്ള കരമടിച്ച് ചില കുഞ്ഞുങ്ങൾ അപ്പച്ചന് മഹിമ കൊടുക്കുക. ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങൾ ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുക്കരങ്ങൾ തരുന്നു. ഇന്ന് രാത്രി മഹാദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്നതിനായി കരുണാമയന് നിത്യന് നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപാദ പീഠത്തിൽ വരുന്നു. കഴിഞ്ഞ രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച മഹാദൈവം ദൂതസഞ്ചയവുമായി ഞങ്ങളുടെ നടുവിലേക്ക് കടന്നു വന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച ചതഞ്ഞ ഓടവടയ്ക്കാത്ത ദൈവം, പുകയുന്ന തിരിയെ കടത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക കരുണാമയനായ ദൈവത്തിൻ്റെ കരം ഈ രാത്രി വെളിപ്പെടണമേ. അങ്ങയുടെ ശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നു, അങ്ങയുടെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴങ്ങുന്നു, അങ്ങയുടെ ശബ്ദം കാദേശ് മരുഭൂവിനെ നടക്കുന്നു, അങ്ങയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. ഇന്ന് രാത്രി ആ ദിവ്യ ശബ്ദം ഇവിടെ മുഴങ്ങുമ്പോൾ ലബനോനൊരു ദേവദാരുക്കളെ തോലുരിച്ചതുപോലെ, എന്താ ഒലിപ്പക്കത്തിലിരിക്കുന്ന മദ്യപാനികൾ, മയക്കമരുന്ന് ഉപയോഗിക്കുന്നവർ, ആത്മഹത്യ കൊതിക്കുന്നവർ, ഇന്ന് രാത്രി ആ ശബ്ദം കേട്ട് ലബനോനിലെ ദേവദാരുക്കളെ തോലുരിച്ചു മാറ്റിയതുപോലെ പാപം മാറ്റി രക്ഷകനെ കാണുക. രണ്ടാമത് ദിനത്തെ കൺവെൻഷൻ കൂട്ടം അപ്പൻ്റെ കരങ്ങൾ തരുന്നു. പുഴപക്കത്ത് രക്താംബരം വിറ്റ ലുദിയായുടെ ചങ്കിനകത്ത് വചനം കയറിയപ്പോൾ അവൾ കരം ഉയർത്തിയതുപോലെ ഇന്ന് രാത്രി ചില കരങ്ങൾ യേശുവിലേക്ക് ഉയരുക ഞങ്ങൾ ഒരിക്കൽ കൂടി താഴ്ത്തി ഏൽപ്പിക്കുന്നു. ശബ്ദം, വെളിച്ചം, പ്രകൃതി കടന്നു വന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി മീഡിയ ഓൺലൈനിൽ കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം ദൈവം കാക്കണം. ഒരു രാത്രി കൂടി വചനവുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ വാതിലുകളെ തുറക്കണം. അടിയങ്ങളുടെ പേരോ പ്രശസ്തിയോ ഈ രാത്രി ഉയരരുത്. കൽവാറി സിൽവയിലെ ക്രൂശിക്കപ്പെട്ട ആട്ടിൻകുട്ടിയും വല്ലമായി അവൻ നാമം എന്ന കൺവെൻഷൻ കൂട്ടങ്ങൾ ഇന്ന് രാത്രിയും ഉയരണം. ആദിയോടെന്ത തിരുശാന്തിൽ മറയ്ക്ക് കുഞ്ഞുങ്ങളെ വിടുതലോടെ കടത്തിവിട്. മഹത്വവും പുകഴ്ചയും അങ്ങയ്ക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ. കരത്തെ ഉയർത്തി കർത്തർക്ക് മഹിമൈ. ഹല്ലേലൂയ ചൊല്ലാം. ശക്തിയോടെ കർത്തർക്ക് മഹിമൈ, ഉണർവോടെ കർത്തർക്ക് മഹിമൈ. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ശ്രദ്ധയോടെ ഇന്നലെ രാത്രി തൊട്ടുവച്ചു ചില നിമിഷങ്ങൾ നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരം, 1189 അധ്യായങ്ങൾ ബൈബിളിൽ. പുതിയ നിയമത്തിൽ 262 അധ്യായങ്ങൾ. പുതിയ നിയമത്തിൻ്റെ പ്രത്യേകത 5 ഭാഗങ്ങൾ. 1 സുവിശേഷം, ഇന്നലെ രാത്രി നിങ്ങളോട് പറഞ്ഞു. 2 സഭയുടെ ചരിത്രം, അതാ അപ്പോസ്തല പ്രവർത്തികൾ. 3 പുതിയ നിയമസഭയുടെ ലേഖനങ്ങൾ. എന്താ അതിൻ്റെ പ്രത്യേകത? വലിയ ലേഖനങ്ങൾ, രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും വരുവാനിരിക്കുന്ന നിത്യത. അതാ റോമ, കോരിന്ത്യ, തെസലോനിക്ക, തിമത്തിയോസ്, എബ്രായർ, എഫേസ്യർ. 4 ചെറിയ ലേഖനങ്ങൾ, 1 പത്രോസും 2 പത്രോസും, 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ, തീത്തോസ്, ഫിലോമോൻ, യാക്കോബ്, യൂദ. വരാൻ പോകുന്ന കാലം, എതിർക്രിസ്തുവിൻ്റെ ഭരണം, ഉപദേശം കടന്നു പോകുന്നവരെ മുഴുവൻ ഹല്ലേലൂയ ന്യായവിധിയുടെ കരാളഹസ്തങ്ങളിലേക്ക് തള്ളിവിടുമെന്ന ദൈവത്തിൻ്റെ വചനം യൂദ ഇങ്ങനെ എഴുതി. അവസാന ഭാഗമായി ഒരു വാക്ക് യൂദ ഇങ്ങനെ എഴുതി. ആദം മുതൽ ഏഴാമനെ ഹാനോക്ക് പ്രവചിച്ചു, കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ചേർക്കുവാൻ 1000 വിശുദ്ധന്മാരുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുക്ക് താൻ ഞങ്ങൾ അരുമயான വാലിബ കുളന്തകൾ. இந்த നാൾക്കളിൽ പാടൽ കൊടുക്കുന്നവർ ആദ്യം പാടുന്ന പരിശുദ്ധൻ മഹോന്നത ദേവൻ കോടാനുകോടി ദൂതന്മാരുമായി കാന്തൻ തൻ്റെ സഭയെ ചേർക്കുവാൻ വരും. അത് കഴിഞ്ഞ് യൂദ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചിട്ടുണ്ട്? അന്ത്യകാലത്ത് ചിലർ ദൈവസഭയിൽ നുഴഞ്ഞു കയറും. പിതാക്കന്മാർ പറഞ്ഞ ഉപദേശം വിട്ട് നിത്യത, രക്ഷ, മാനസാന്തരം, വരാനിരിക്കുന്ന ന്യായവിധി പറയാതെ യേശുവിനെ കണ്ടാൽ എന്തൊക്കെ കിട്ടുമെന്ന് പറയുന്ന ചിലർ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ ദൈവസഭയിൽ നുഴഞ്ഞു കയറും. ഭക്തികെട്ട പ്രപഞ്ചത്തിൻ്റെ മോഹങ്ങളോട് കൂടിയവർ ജനത്തെ തെറ്റിക്കുവാൻ എഴുന്നേറ്റ് വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്, വീഴാതിരിപ്പാൻ. അതിൻ്റെ പ്രത്യേകത എന്താ? ഇനി കോവിഡ് കഴിഞ്ഞു, മങ്കി പോക്സ്, ഷിഗല്ല എല്ലാം വരും. അപ്പം ചിലപ്പോൾ ഇനി ലോക്ക്ഡൗൺ വരാൻ സാധ്യതയുണ്ടെന്ന് യുണൈറ്റഡ് നേഷൻസ് ഇന്ന് പറയുന്നു. വീണ്ടും ചിലപ്പോൾ ലോക്ക്ഡൗണിലേക്ക് 6 രാജ്യങ്ങൾ മങ്കി പോക്സ്, എയർപോർട്ടിൽ സർവൈലൻസ്, ഇതെല്ലാം വന്നു കഴിഞ്ഞു. അങ്ങനെ വന്നാൽ പിന്നെ പറയാനില്ല. അത് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ ഊഴിയം ചെയ്യുന്ന ആൾക്കാരുടെ കാശില്ല. നിങ്ങളെപ്പോലുള്ള വിശ്വാസികളും വചനം വിട്ടു പോകാൻ സാധ്യതയുണ്ട്. മനുഷ്യപുത്രൻ ഉലകത്തിൽ വെളിപ്പെടുന്ന നാളിൽ നിങ്ങൾ വിശ്വാസം കണ്ടെത്തുമോ? അതുകൊണ്ട് യൂദ വീഴാതിരിപ്പാൻ നിങ്ങളെ തന്നെ സൂക്ഷിച്ച് ഏകനാഥൻ സത്യദൈവം കളങ്കമറ്റ ആനന്ദപൂർണ്ണതയോട് നിത്യതയിൽ
വിടുതലയിലെത്തിക്കുന്ന നാഥൻ്റെ വചനം ഏറ്റെടുക്കുന്ന ഊരമ്പ് കൊല്ലങ്കോട് വെട്ടുവിള ദൈവമക്കൾ ഇങ്ങനെ പറയൂ, സ്വർഗത്തിലേക്ക് നോക്കി ആമീൻ കർത്താവായ യേശുവേ വരേണമേ. അതാ നമ്മുടെ യോഗത്തിൻ്റെ അവസാന കടശി, വേഗം വരുമല്ലെങ്കിൽ വരണമേ. അവർക്ക് വേണ്ടി വെളിപ്പാട് 22:12 കുഞ്ഞുങ്ങള് ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ മുഴങ്കാൽ മടക്കട്ടെ, സകലർക്കും പ്രതിഫലവുമായി അവൻ വീണ്ടും മധ്യാകാശത്തിൽ വരും. ഇതാ വെളിപ്പാടിൻ്റെ പ്രത്യേകത. ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾ ശ്രദ്ധയോട് 7:30 കാൽവരിയിലെ ക്രൂശീകരണം ഇന്നലെ രാത്രി മത്തായിൽ ഞാൻ തൊട്ടുവെച്ചു. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആട്ടുംകുട്ടി കാൽവരിയിൽ പരമയാഗമായി. അതിനുശേഷം റോമിൻ്റെ ഭരണകൂടം ആരൊക്കെയായിരുന്നു? ഹേരോദാവും പീലാത്തോസും. പടപട ഭരണകൂടങ്ങൾ മാറി ആരൊക്കെ പുറകെ വന്നു? ടൈറ്റസ് വന്നു, വെസ്പേഷ്യൻ വന്നു, റോമാനഗരം ചുട്ടരിച്ച് നീറോ വന്നു. അതിനുശേഷം ക്ലൗഡിയോസ് ബൈബിളും ഉലക ചരിത്രവും. AD 90 കാലഘട്ടത്തിൽ ഡൊമേഷ്യൻ എന്ന് പറയുന്ന ക്രൂരനായൊരു ചക്രവർത്തി വന്നു. ഈ കാലഘട്ടം അപ്പോസ്തലന്മാർക്ക് ക്രൂരമായ പീഡനം. സ്തേഫാനോസിന് ഭക്തനെ കല്ലെറിയുന്നു, പൗലോസിനെ തലവെട്ടി മാറ്റുന്നു. അതിനുശേഷം വീണ്ടും അടുത്തത് ഏറ്റവും നിർണായകമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അടുത്തത് യാക്കോബിൻ്റെ തല വെട്ടുന്നു. അതിനുശേഷം പത്രോസ്ലീഹായെ തല കീഴായി ക്രൂശീകരിക്കുന്നു. എല്ലാ ഭക്തന്മാർക്കും ക്രൂരമായ ന്യായവിധി. ആ കാലഘട്ടത്തിൽ കാൽവരി ദർശനം കണ്ട ഒരു അപ്പോസ്തലൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാ യോവാൻ. AD 64 അദ്ദേഹം യാത്രയായി. പാശ്ചാത്യ പൗരസ്ത്യ റോമയോടുള്ള ബന്ധത്തിൽ യാത്രയായി തുർക്കിയിലെ ഏഷ്യ മൈനർ, അവിടെ ആസിയയിലെ 7 സഭകൾ ഉണ്ടാക്കി. ആ സഭകളുടെ പേര് എഫസോസും ലവോദിക്കയും സ്മർണയും തുദയൂരയും പെർഗമോസും സർദീസും. അത് കഴിഞ്ഞ് ഫിലാഡൽഫിയ സഭ. 7 സഭകൾ അദ്ദേഹം ഉണ്ടാക്കുമ്പോൾ ഡൊമേഷ്യൻ 90 വന്നു. ഡൊമേഷ്യൻ 5 വർഷത്തെ ഭരണത്തിൽ ചോദിച്ചു, തച്ചൻ്റെ മകൻ യേശു വന്ന് രക്ഷകനെന്ന് ഈ റോം പറയത്തില്ല, തച്ചൻ്റെ മകൻ്റെ വചനം പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അവർ പറഞ്ഞ സാറേ മിക്കവരെയും കാലപുരി കഴിച്ചു, ഇപ്പോൾ ഒരു വല്യപ്പൻ കിടപ്പുണ്ട്, എங்கே இருக்குது, അവർ കേട്ടിരിക്കുന്നത് അദ്ദേഹം എഫസോ സഭയിൽ இருக்குது. അത് ഡൊമേഷ്യൻ ഒരു കൽപ്പനയെ കൊടുത്ത് ഒരു ചെയ്തിയാ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ താൻ കൊടുത്ത താളിയോലകൾ തിരുത്താണി കൊണ്ട് എഴുതി കൊടുത്തു. വയോധികനായ യോഹന്നാന്റെ കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്തു മുതൽ അടിവയർ വരെ വാളുകൊണ്ട് കീറിക്കൊല്ലണം. പടയാളികൾ കൽപ്പനയേറ്റു. യോഹന്നാൻ ഏകദേശം 90 വയസ്സ് കഴിഞ്ഞു. ചർച്ചക്കുള്ള ആരുമേയില്ല. അരണ്ട വെളിച്ചത്തിൽ കാലയിലെ പഴയ നിയമത്തിൻ്റെ പഞ്ചഗ്രന്ഥങ്ങൾ മോശയുടെ കൽപ്പനകൾ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബൈബിളൊക്കെ പുറത്തെ ചരിത്രത്തിൽ 6 കുതിരകൾ 12 പടയാളികൾ വന്നു. വയോധികനായ അപ്പച്ചൻ്റെ കൈകാലികളിൽ വിലങ്ങ് വെച്ചു. അപ്പച്ചനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ദാറ്റ് ഈസ് എ ഫൈനൽ ഡേ, ഇന്ന് പകൽ താങ്കൾ തീരാൻ പോവോ. അപ്പച്ചൻ ആകെ ബന്ധപ്പെട്ടു പോയി. ചർച്ചക്കുള്ള ആരുമില്ല, കമ്മിറ്റിക്കാരോ ഊഴിയക്കാരോ ആരുമേ കിടയാതെ അവരെ ഒരു കുതിരയ്ക്കകത്ത് കയറ്റി നേരെ കൊണ്ടുപോയി കാരാഗ്രഹത്തിനകത്ത്. ഇന്ന് രാത്രി വചനം കേൾക്കണം. യോഹന്നാന്റെ കൈകാലുകൾ ബന്ധിച്ച് ഒരു തടിയുടെ പ്രതലത്തിൽ കിടത്തി. 6:30 സൈറൺ മുഴങ്ങുന്നു. 1 അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ക്യാൻസറിന് റേഡിയോ തെറപ്പി കൊടുക്കുന്നതിന് മാർക്ക് ചെയ്യുന്നത് പോലെ മാർക്ക് ചെയ്തു. 7 മണിക്ക് 2 സൈറൺ കൊടുക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് കൊണ്ടുവന്നൊരു പടയാളിയുണ്ട്. അവൻ്റെ പേര് പെരിക്ടോണിയസ്. അവൻ്റെ കയ്യിൽ ആ ചാട്ടവാറിനകത്ത് 2 ഭാഗമുണ്ട്. ഒന്ന് വാളച്ചൂണ്ടയും ഈയക്കട്ടയും. അവൻ്റെ കസിനായ ഒരുവന് റോമിൻ്റെ കാരാഗ്രഹത്തിൽ നിൽക്കുന്നത്. അവൻ മൂർച്ചയേറിയ ഒരു ആയുധവുമായി വന്നു. 90 വയസ്സ് കഴിഞ്ഞ യോഹന്നാന്റെ കഴുത്തിൽ നിന്ന് പെരിയെ ഇങ്ങനെ കീറുവാൻ തുടങ്ങി. ചരിത്രത്തിൻ്റെ തങ്കത്താളുകൾ രേഖപ്പെടുത്തുന്നു, ആ ശരീരം ഇങ്ങനെ കീറിയപ്പോൾ അത് ഒട്ടിപ്പിടിക്കുവാൻ തുടങ്ങി. അനേകം പേരുടെ ശരീരത്തിനകത്ത് കത്തി കുത്തി ഇറക്കിയ പടയാൾ അവൻ്റെ കയ്യിലിരുന്ന ഉണ്ടവാൾ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഈ ദാസനെ കൊല്ലുവാൻ കഴിയത്തില്ല, ഇദ്ദേഹത്തിൻ്റെ അകത്തെന്തോ അസാമാന്യ ശക്തിയുണ്ട്, കേട്ടഴിച്ചു വിട്ടേക്ക. ഇന്ന് രാത്രി സാഹചര്യം നിനക്ക് പ്രതികൂല, സമ്മർദ്ദം നിനക്ക് പ്രതികൂല, കാരാഗ്രഹത്തിനകത്ത് നിന്നെ സഹായിക്കുവാൻ ആരും കാണത്തില്ല. ഇന്ന് രാത്രി തായെ തകർപ്പരെ തമ്പിയെ തങ്കച്ചി നിങ്ങൾ ചോദിക്കാം, യോവാൻ അപ്പോസ്തലൻ എന്തുകൊണ്ട് മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയിട്ടില്ല. കരമുയർത്തുന്നവർക്കായി നിന്നെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, നിന്റെ ഭാവിയെ പറ്റി ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, ഇന്ന് രാത്രി വിളിച്ചു പറയണ ക്യാൻസർ 4ാമത്തെ സ്റ്റേജ്. RCCയുടെ വാതിലുകൾ നിനക്കെതിരെ ആടയും. ഹാർട്ട് അറ്റാക്ക് 4ാമത്തെ സ്ഥിതിയിൽ വന്നിരിക്കുക. 336 ഗ്രാമുള്ള താങ്കളുടെ ഹൃദയം, 2 ആർട്ടിക്കിളും 2 വെൻട്രിക്കിളും, ആ അറകളിൽ രക്തം പാസ് ചെയ്യത്തില്ല, ഇനി വഴിയില്ല, ബൈപ്പാസ് നടക്കത്തില്ലെന്ന് ലോകം പറയും. എന്നാൽ ഇന്ന് രാത്രി
39வது கன்வென்ஷன் ஆலயத்துக்குள்ள செய்தியை கேட்டிருக்குது. இந்த ஒலி பக்கத்தில் கேட்டிருக்குது. மீடியா ஆன்லைன்ல கூடி நாங்க பார்த்திருக்குது. அருமையான தம்பி தங்கச்சி தகர்ப்பரு கரத்தை தூக்கி பறணும். இந்த நாட்களில் நான் எடுத்த வചനം, இந்த நாட்களில் நான் കണ്ണീരോടെ പ്രാർത്ഥിച്ച വിഷയം എൻ്റെ ബൈബിളിനകത്ത് ഞാൻ എഴുതി. രാത്രിയുടെ യാമങ്ങൾ കരഞ്ഞ മറുപടി എൻ്റെ പുരയ്ക്കകത്ത് ഇറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുക എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കരമുയർത്തുന്നവർക്കാ ഇന്ന് രാത്രി അൻപയാണ് ദൈവ പിള്ളകളെ. കുന്നുകൾ മാറ്, പർവ്വതങ്ങൾ നീങ്ങിപ്പോകും. എന്നാൽ ഇന്ന് രാത്രി കൊല്ലങ്കോട് വിളിച്ചു പറയണം, എന്നെ വിളിച്ച ദൈവത്തിൻ്റെ ദയ എന്നെ വിട്ടുപോകയില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? വചനം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു കാരാഗ്രഹത്തിന് കഴിയത്തില്ല. പ്രോമിസ് ഉള്ളവനെ തകർക്കുവാൻ ഒരു രോഗത്തിന് കഴിയത്തില്ല. പ്രോമിസ് ഉള്ളവനെ തളർത്തുവാൻ ഒരു അന്ധകാര ശക്തിക്കത് കഴിയത്തില്ല. നീ ഏത് വെന്റിലേറ്റർ കടന്നാലും അതിൻ്റെ നടുവിൽ നിന്ന് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്ന് നീ രക്ഷിക്കപ്പെട്ട നാളുകളിൽ കരഞ്ഞ കാര്യങ്ങളുടെ മറുപടി എഴുതി തീർക്കുന്നത് വരെ നിന്റെ കണ്ണുകൾ അടയുക എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് സാധാരണ പുസ്തകമല്ല ബൈബിൾ. നിങ്ങൾ വിചാരിക്കും ബാലരമയുണ്ട്, കേരളാവിൽ ബാലരമ, മായാവിക്കഥ, കുട്ടസൻ തിങ്കൽ, അതല്ല, ചിന്ന കഥയല്ല ബൈബിൾ. ബൈബിളിൻ്റെ പ്രത്യേകത 8000 പ്രോമിസ് ബൈബിളിലുണ്ട്. 8000 പ്രോമിസ് ഇലാമിനേറ്റഡ് അവർ ബൈബിൾ. ഒരു കാര്യം പറയാം, സ്വർഗത്തിലെ ദൈവം ഒരുവനെ വിളിച്ചു. അവൻ്റെ പേരാ ശൗൽ. ഇന്നലെ രാത്രി തൊട്ടുവെച്ചു. കഴുതി അന്വേഷിച്ച് പോയ ഇസ്രായേലിൻ്റെ രാജാവാക്കി. ദൈവത്തിൻ്റെ പ്ലാൻ വിട്ട് പദ്ധതി വിട്ട് പോയപ്പോൾ ദൈവം ഒരുവനെ തെരഞ്ഞെടുത്തു. അവൻ്റെ പേരാ ദാവീദ്. എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണമേ. ഇതാ പ്രോമിസ്. ദാവീദ് ഇശായിയുടെ കുറ്റിയിൽ ഒരു മുള പൊട്ടി പുറപ്പെടും. അതിൻ്റെ പ്രത്യേകത എന്താ? 7 മക്കൾ ഇശായിക്കൊണ്ട് 8ാമത് വരുന്ന അൺവാണ്ടഡ് ചൈൽഡാ. വലിയ ഗുണമൊന്നുമില്ല. സ്വോത്രം. അവനെ പള്ളിക്കൂടത്തിലൊന്നും വിടത്തില്ല. സ്കൂള്, കോളേജ്, മെട്രിക്കുലേഷനും ഒന്നുമേ കിടയാതെ അവനെ ഇശായി കൊടുത്ത എന്താ? കുറേ ആടുകളുമായിട്ട് അവനെ വിട്ടുന്ന എവിടെ എന്നറിയാമോ? നമ്മുടെ കരിങ്കല്ലിൽ വിട്ട്, ചോവാള സ്വോത്രം. അവിടെ വിട്ട് അവൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുക. ആധാറില്ല, പാസ്ബുക്കില്ല, ബാങ്ക് അക്കൗണ്ടില്ല, വോട്ടർ ഐ ഡിയിൽ ഒന്നുമില്ല. സ്വോത്രം. അവൻ എവിടെ കിടക്കുക? ആ സമയത്ത് ശൗലിൻ്റെ കസേര പോയപ്പോൾ നല്ലൊരു പ്രവാചകനെ ആരുടെ വീട്ടിലോട്ട് വിട്ടെന്നറിയാമോ? ഇശായിയുടെ വീട്ടിൽ വിട്ടു. ഇശായിയുടെ വീട്ടിൽ വന്ന പ്രവാചകൻ്റെ പേര് ശമൂവേലാണ്. ശമൂവേലിനോട് സ്വർഗം പറഞ്ഞു, ഓർഡിനേഷൻ പേപ്പറെ, തൈലം എല്ലായിട്ട് ശമൂവേൽ വന്നിരിക്കുക. അവൻ കേട്ടിരിക്കുന്നത്, ഇശായ നിങ്ങൾ പിള്ളയെല്ലാം അங்கே വെക്കാറ്, അവരെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. ഒരുത്തൻ BD, മറ്റവൻ MD, മറ്റവൻ BTH, അടുത്തവൻ MDH. സ്വോത്രം. മറ്റവൻ കാനഡ യൂണിവേഴ്സിറ്റിയുടെ ബിരുദം. എല്ലാവനെ ഇരുത്തിയേക്കുക. നല്ല ഷൂട്ടും കോട്ട് ഇട്ട് തമിഴ് ഫിലിം സ്റ്റാർ മാതിരി ഇരിക്കുക. സ്വോത്രം. ഇശായിയുടെ വീട്ടിൽ ഇവരെ എല്ലാം ഇരുത്തി കഴിഞ്ഞപ്പോൾ ശമൂവേൽ പ്രവാചകൻ മുട്ടുമടക്കി, മുഴങ്കാൽ മടക്കി, കൈ ഓരോന്നിൻ്റെ മേളിൽ വെക്കാൻ പോയപ്പോൾ ദൈവാത്മാവ് ചങ്കിനകത്ത് പറഞ്ഞു, അയ്യോ അയ്യാ, ഇവരെ ഒന്നുമേ കിടയാതെ. സ്വോത്രം. ഞങ്ങളെപ്പോലുള്ള ഊളിയക്കാരാന്ന് പൊന്നിക്കൂടെ കവർ തന്ന എല്ലാം അവൻ്റെ തലേ കയ്യും വെക്കും, ഓർഡിനേഷനും കൊടുക്കും, തൈലവും തേക്കും. മിണ്ടുന്നില്ല. സ്വോത്രം. അന്തമാതിരി തപ്പാന പ്രവാചകൻ അല്ലായിരുന്നു ശമൂവേൽ. അന്നയമ്മച്ചി ആലയത്തിൽ കരഞ്ഞപ്പോൾ സ്വർഗത്തിലെ ദൈവം കൊടുത്ത് ഏലിയുടെ വീട്ടിനകത്ത് കിടപ്പൊക്കെ പായ്ക്കകത്ത് അരുളപ്പാട് കേട്ടവൻ ദൈവത്തിൻ്റെ പ്ലാൻ വിടത്തില്ല. അവൻ കവറിൻ്റെ പുറകെ പോകത്തില്ല. അവൻ കള്ള ഓർഡിനേഷൻ കൊടുക്കത്തില്ല. സ്വോത്രം. പച്ച പെന്തിക്കോസുകാർ കേട്ടെ, ഇന്ന് കാശ് കൊടുക്കുന്നവനെ എല്ലാം പാസ്റ്റാക്ക്. സ്വോത്രം. അങ്ങനെയുള്ള സകല പെന്തിക്കോസുകാർ കേൾക്കണം. സ്വോത്രം. അവൻ അവസാനം 7 കഴിഞ്ഞപ്പോൾ സ്വർഗം പറഞ്ഞു, നെവർ ഡു നോട്ട് സീ എനി വൺ ദിസ് സീരിയൽ. ഇതിനകത്തിരിക്കുന്ന ഒരെണ്ണത്തിനെ ഞാൻ കണ്ടിട്ടില്ല. ഇശായെ വിളിച്ചു ചോദിച്ചിട്ട്, അയ്യാ നിനക്ക് വേറെ പിള്ള ഇരിക്കുതാ? അവൻ പറഞ്ഞു, ഒരു പിള്ള ഇരിക്കുന്നത്. എங்கே ഇരിക്കുന്നത്? സ്വോത്രം. 7 കഴിഞ്ഞ അൺവാണ്ടഡാ. വിശുദ്ധ ബൈബിൾ 7, എഫെസ്യ ലേഖനം 7, വെളിപ്പാട് 7, സഭയുടെ ഉപദേശം 7, മണവാട്ടി 7, ഇതെല്ലാം 7 കഴിഞ്ഞവൻ തോവാളായി കിടക്കുക. സ്വോത്രം. അപ്പം ഇശായിയുടെ വീട്ടിൽ വെച്ച് ശമൂവേൽ പറഞ്ഞു, അവൻ വരാതെ ഇവിടെ യാഗം നടക്കത്തില്ല. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. എന്താ ദാവീദിൻ്റെ പ്രത്യേകത? അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ ബിരുദമല്ല, MGRൻ്റെ PhD അല്ല. സ്വോത്ര. അത് കഴിഞ്ഞ് തക്കല നിംസിൻ്റെ ഡോക്ടറേറ്റ് അല്ല അവൻ്റെ കയ്യിലുള്ളത്. അപ്പനും അമ്മയും ഉപേക്ഷിച്ചപ്പോൾ കാട്ടിനകത്ത് അവൻ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചു. இந்த நாட்களில் அப்பச்சனும் அபிகமை கொடுക്കുന്ന இந்த தம்பி தங்கச்சி, இந்த குழந்தைகளை, அருமையான பிள்ளைகளை, இந்த நாட்களில் இந்த வசனத்தை ஏற்றெடுத்து எங்கேயோ நீ பார்த்திருந்தாலும் அங்க கருத்தை தட்டி அப்பச்சனும் மகிமை கொடுക്കുന്ന നിന്നെ പറ്റി ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? ഇന്ന് രാത്രി PhD അല്ല വലുത്, ഡോക്ടറേറ്റ് അല്ല വലുത്. ഒന്ന്, അവൻ കരം തട്ടി ദൈവത്തെ ആരാധിച്ചു. രണ്ടാമത്തെ കാര്യം, അവൻ്റെ മേലൊന്നും ഉണ്ടായിരുന്നു, അതിന് നമ്മുടെ മേലില്ല.
അപ്പൻ്റെ ആടുകളെ പിടിക്കുവാൻ വരുന്ന ദുഷ്ടമൃഗത്തെ തകർക്കുവാൻ ദാവീദിൻ്റെ മേൽ ഒരു പവർ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് അഭിഷേകം. കരമുയർത്തുന്നവർക്ക് അപ്പച്ചൻ ആടുകളെ പിടിക്കുവാൻ വരുന്ന വന്യമൃഗങ്ങളെ തകർക്കുവാൻ അവൻ്റെ മേലൊരു സ്പെഷ്യൽ പവർ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് അനോയിന്റിംഗ്. ഇന്ന് രാത്രി കർത്താവിന് PhD അല്ല വലുത്, അവന് ഡോക്ടറേറ്റ് അല്ല വലുത്, അവന് MPhil അല്ല വലുത്. இந்த நாட்களில் இந்த செய்திகள் கேட்கின்ற கூட்டத்தில் அருமையான பிள்ளைகள் இந்த வசனத்தை கேட்கணும். ஒன்று, നിന്റെ മേൽ അഭിഷേകമുണ്ടോ, സ്വർഗത്തിലെ ദൈവം വഴികളെ നിനക്ക് ഒരുക്കി തരും. രണ്ട്, നിന്റെ മേൽ ആരാധനയുണ്ടോ, നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം. എത്ര പേർക്ക് ഇന്ന് രാത്രി കാര്യം മനസ്സിലാകുന്നു? കരം തട്ടി കർത്തർക്ക് മഹിമ. അതൊക്കെ താൻ ദാവീദ് പേശിയിരിക്കുന്നത്. അപ്പനും അമ്മയും ഉപേക്ഷിച്ചു, ചേട്ടന്മാരെന്നെ തള്ളിക്കളഞ്ഞു, എന്നാൽ അതിൻ്റെ നടുവിൽ ഞാൻ മുട്ടുമടക്കി ആരാധിക്കുമെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ച് പറ, നിന്ദിച്ചവരുടെ നടുവിൽ എന്നെ മാനിക്കുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ എന്നെ ഉയർത്തുന്ന ദൈവം. ഇന്ന് രാത്രി ലോകം പറയും നീ വേസ്റ്റാ, പക്ഷേ ഇന്ന് രാത്രി പറയണ യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? സ്വോത്രം. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി പറയണം, ഗോശാലകളിൽ കന്നുകാലി കാണത്തില്ല, അത്തവൃക്ഷം തളിർക്കയില്ല, മുന്തിരിയിൽ ഫലം കാണുകയില്ല, എങ്കിലും ഞാൻ എൻ്റെ യഹോവയിൽ ആനന്ദിക്കും. കരമുയർത്തുന്ന മക്കൾക്കായി അവസാന മോമെന്റിലും വിടുതൽ തരുക. അതാ പ്രോമിസ്. അവനെ ആരാക്കി? ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ രാജാവാക്കി ദൈവം മാറ്റി. പ്രോമിസുകൾ മരിക്കുന്നില്ല. യോഹന്നാൻ അപ്പോസ്തലൻ എന്ത് ചെയ്തെന്നറിയാമോ? പത്മോസിൻ്റെ ഏകാന്തതയിലേക്ക് നാട് കടത്തുന്നു. യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ വീണ് പൂവാർ ഐലൻഡ് പോലെ. സ്വർഗം തുറക്കുന്നു, നാളെയും വെളിപ്പാട്. സ്വർഗം തുറന്ന ദിവ്യദർശനമാ. 7 പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവർ, കാലുലയിൽ ചുട്ടുപഴിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാഥം 7 നക്ഷത്രമാകുന്ന സഭയെ വലം കയ്യിൽ സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. യോഹന്നാന്റെ തലമേൽ ഒരു കരമിറങ്ങി. ആദ്യനന്ത്യൻ ആൽഫ ഒമേഗ, മരണത്തിൻ്റെ പാതാളത്തിൻ്റെ തക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഒരിക്കൽ ഞാൻ മരിച്ചവൻ, എന്നാൽ എന്നും എന്നേക്ക് ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകമാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറനീക്കി പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രപഞ്ച ഗ്രന്ഥം അപ്പോക്കാലിപ്സ്. രംഗപടത്തിന് പിൻപിൽ യുഗത്തിൻ്റെ സംഭവങ്ങൾ. 404 വാക്യം, 22 അധ്യായം. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമടുത്തേ. ഇന്ന് രാത്രി എന്താ? ടൈം ഈസ് കം നൗ. കടക്കാം. അധ്യായം 1, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു. 2, 7 സഭകൾക്കുള്ള ദൂത്. 3, 2, 3, 4 സഭ ഇവിടെ അനന്തര സ്വർഗത്തിലൊരു വാതിൽ. ബാക്കി നാളെ പ്രവേശിക്കാം. അങ്ങനെയെങ്കിൽ ബൈബിളിൽ ഒരുവൻ ഭരണത്തിലേക്ക്. വിശുദ്ധ ബൈബിൾ ശ്രദ്ധയോടെ ഇരിക്കണം. നമ്മുടെ ബൈബിളിൽ 10 യുഗങ്ങൾ, 10 ഡിസ്പെൻസേഷൻസ് ലാമിനേറ്റഡ് അവർ ബൈബിൾ. 1-ാം യുഗം ദൂതന്മാരുടെ യുഗം, 2-ാം യുഗം നിൽക്കൽമക്ഷ യുഗം, 3-ാം യുഗം മനസാക്ഷി യുഗം, 4-ാം യുഗം ന്യായപ്രമാണ യുഗം, 5-ാം യുഗം സങ്കലന യുഗം, 6-ാം യുഗം ആ കൃപായുഗം. அதுக்கு தான் நம்ம மேடையில் இருக்கின்ற பிள்ளைகள் இந்த அருமையான வாலிப கொழுவினார் மட்டுமே பாடுது. கிருபாயுகம் தீராറാய் കാന്തൻ വരാറായി രക്ഷയുടെ വാതിലുകൾ അടയാറായി. സ്വോത്ര. കൃപായുഗം കഴിഞ്ഞാൽ ബാക്കി ഭാഗത്ത് നാം നാളെ പേശുക. കൃപായുഗം കഴിഞ്ഞാൽ 7 വർഷത്തെ ഭരണമുണ്ട്. കൃപായുഗം കഴിയുമ്പോൾ 3.5 വർഷം ഉപദ്രവം, 3.5 വർഷം മഹോപദ്രവം. അത് കഴിഞ്ഞ് 9-ാമത്തെ യുഗം 1000 ആണ്ട് വാഴ്ച. വെളിപ്പാട് 20:5 മുതൽ. അത് കഴിഞ്ഞ് വെളിപ്പാട് 21 വരുമ്പോൾ അടുത്തതുണ്ട്. പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. നിത്യ യുഗങ്ങൾ. ബൈബിളിനകത്ത് 3 ലോകത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. 1-ാമത്തെ ലോകം പുരാതന ലോകം, അതിൻ്റെ പേരാ കാസ്മോസ്, ആദിയിൽ. ഇന്ന് രാവിലത്തെ ലിങ്ക് നിങ്ങൾ ഈ ജാസ്പറിൻ്റെ ഇത് മേടിക്കണം. ഇന്ന് രാവിലെ എത്ര ക്ലിയറായി നോഹയുടെ കാലം, ലോത്തിൻ്റെ കാലം, വരാൻ പോകുന്ന മഴ, ദുബായിലെ പ്രളയമൊക്കെ രാവിലെ പ്രസംഗിച്ചു. കേട്ടവർക്കറിയാം. കർത്താവിൻ്റെ വരവിലെടുക്കപ്പെടേണ്ട മണവാട്ടി, ഇതെല്ലാം ഇന്ന് രാവിലെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ കൃപായുഗത്തിൽ 1 ദൈവസഭ എടുക്കപ്പെടും. 3 ലോകങ്ങളെപ്പറ്റി ബൈബിൾ. 1 പുരാതന ലോകം, ആദിയിൽ ദൈവം. ആകാശം ഭൂമി, ഭൂമി പാഴും ശൂന്യവും. ഇരുൾ ഭൂതലത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു. അതിൻ്റെ പേരാ കാസ്മോസ്. അത് നോഹയുടെ കാലത്ത് പ്രളയത്തിൽ പോയി. 2-ാമത്തെ ലോകം, ആ ലോകത്തിൻ്റെ പേര് അയോൺ. പത്രോസിലേക്ക് എഴുതി 2 പത്രോസ് 3:10. കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും. ആകാശം കൊടുപിടക്കത്തോടെ ഒഴിയും, മൂലപദാർത്ഥം കത്തിയെഴും, ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകും. അതുക്ക് താൻ இந்த കുളന്തകൾ പാടും. ചൂള പോലെ കത്തുന്ന നാൾ, അമ്പര ചുംബികൾ. എത്ര ആശയമുള്ള പാട്ട്. അതെല്ലാം വീഴും. 3, നമുക്ക് വരുന്ന പൊതുവാന ഭൂമി. വെളിപ്പാട് 21:1-2 അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതോ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. അതിൻ്റെ പേരാ വൈക്കോമന. അത് മനുഷ്യനോട് കൂടെ ദൈവത്തിൻ്റെ കൂടാരം. അന്നത്തെ പ്രത്യേകത എന്താ?
സന്തോഷമില്ല. അന്നത്തെ പ്രത്യേകത 3 കാര്യങ്ങൾ. 1, റോസമ്മ ചേച്ചിക്ക് റോസയെ പിടിക്കാൻ മുള്ളില്ല. ചിന്നമ്മ ചേച്ചിക്ക് പാവയ്ക്ക തിന്നാൻ കയ്പില്ല. അത് കഴിഞ്ഞിട്ട് ചില ചെറുപ്പക്കാർ ഇവിടെ കഞ്ചാവ് വീട്ടിൻ്റെ മേളിൽ വളർത്തിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, അതിനകത്ത് ഒരു വിഷവും കാണത്തില്ല. തോമാച്ചാൻ കള്ള് കുടിക്കാൻ തെങ്ങിൻ്റെ മേലെ കുടം എടുത്താൽ അതിനകത്ത് കള്ളിനകത്ത് വീര്യം കാണത്തില്ല. പിന്നെ നമ്മ കുളന്തകൾ കോതയാർ, തിരുനെൽവേലി കോതയാർ അരിക്കൊമ്പനുമായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന കാലം വരും. ആ കാലം ആ പൊതുവാന ഭൂമി വൈക്കോമനെ വരാനിരിക്കുന്ന പ്രത്യാശ, അതാ ഏറ്റവും നല്ലത്. അങ്ങനെയെങ്കിൽ കൃപായുഗം തീരും. 2, ഇസ്രായേൽ ഹമാസ് ഇറാൻ വിഷയമൊക്കെ നടക്കും. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്ക് ഉറക്കമേ ഇല്ല. സ്വോത്രം. ഓൺലൈനിൽ പ്രസംഗം കണ്ടിട്ട് ഞാൻ അമേരിക്ക പോയിട്ടുള്ള ആളല്ല. അമേരിക്കക്കാർക്ക് കർത്താവിൻ്റെ വരവൊന്നും ഇഷ്ടമല്ല. സ്വോത്രം. അവർ TV കാണത്തുള്ളൂ. സ്വോത്രം. അമേരിക്കക്കാർ നേരം തൊട്ട് ഫോൺ ചെയ്യൊക്കെ പക്ഷേ ഇപ്പോൾ അടി നടക്കുമോ, ഇപ്പോൾ അടി നടക്കുമെന്ന്. ഞാൻ പറഞ്ഞ അക്കൗണ്ട് നമ്പർ ഞാൻ ഈ ടെലിഗ്രാമിൽ ഇവരെ കൊടുത്തേക്ക് അതിനകത്തോട്ട് വല്ല $1 അടി കൊടുക്കുമെന്ന്. സ്വോത്രം. ഇറാൻ ഇപ്പോൾ ഇസ്രായേലിൽ അടിക്കുമെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് ചപ്പാത്തിയും കഴിച്ച് ചിക്കനും കഴിച്ച് കിടന്നോളാം, അവനൊന്നും ഇപ്പോൾ അടിക്കുകയല്ലെന്ന് പറഞ്ഞു. സ്വോത്രം. ഇറാനൊന്നും ഇസ്രായേലിനെ അടിക്കുകയല്ല. അങ്ങനെ അടിച്ചാൽ പ്രവചനം തീരും. ആ അടി പോകുന്നത് അന്തിമ യുദ്ധം. അതിനു മുമ്പ് ഒരു കൂട്ടം ഇവിടുന്ന് പോകണം. സ്വോത്രം. അതുകൊണ്ട് അമേരിക്കക്കാരും UK-ക്കാരും എല്ലാം ഫോൺ വിളിക്കും. കാശുള്ള അച്ചായന്മാർ 4 വട്ടം വിളിക്കുന്നത്. പക്ഷേ എവിടം വരായി. ഞാൻ പറഞ്ഞു വന്നുകൊണ്ടേയിരിക്കുന്നു. സ്വോത്രം. ചുമ്മാതാ, ഇതൊന്നും നടക്കത്തില്ല. ഇറാൻ പെട്ടിയും കണക്കൊക്കെ എടുത്തപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു. നിങ്ങൾ TV നോക്കി, സൺ TV നോക്കി, അത് നോക്കി, മലയാളം നോക്കി. ഇപ്പോൾ അടി നടക്കും. 48 മണിക്കൂർ കൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കും. ഇസ്രായേൽ അങ്ങോട്ട് പടിയും പടക്കും. ഒരു മണ്ണാങ്കട്ട ഇവിടെ അടക്കിയല്ലോ. സ്വോത്രം. ഇത് ഗർഭിണിക്ക് പ്രസവവേദന വരുന്നില്ല. നമ്മുടെ ഊരമ്പ അമ്പലത്തിൽ ചെറിയ വെടി പൊട്ടിക്കുന്ന പോലെ ഒരു പൊട്ടീരേ ഉള്ളായിരുന്നു. സ്വോത്രം. ഫൈനൽ വരുന്നുണ്ട്. അതിപ്പോഴൊന്നും ഇല്ല. അതിനുമുമ്പ് ചില കാര്യം നടക്കണം. അതുകൊണ്ടാണ് ഈറ്റുനോവിൻ്റെ ആരംഭം. തൊട്ടുവെക്കാം. 3-4 ലോകമകായിത്തം കഴിയുമ്പോൾ 7 വർഷത്തെ ഭരണത്തിന് വേണ്ടി ഒരുവൻ വരും. വിശുദ്ധ വെളിപ്പാട്. 10 കൊമ്പ്, 7 തല, കൊമ്പുകളിൽ 10 രാജമുടി, ദൂഷണനാമം നിറഞ്ഞ മൃഗം. ദാറ്റ് മീൻസ് ബീസ്റ്റ്. എതിർ ക്രിസ്തു സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലിക്ക് സദൃശം. അതിൻ്റെ കാൽ കരടിയുടെ കാൽ, അതിൻ്റെ വായ് സിംഹമുഖം, അതിന് മഹാസർപ്പം വലിയ ശക്തിയും അധികാരവും തന്നു. ഒരുവൻ ഭരണത്തിൽ വന്നാൽ, yesterday we are thinking he will take it the land order. The next one, the support of artificial intelligence, he will watching all over the world with AI camera. The third one, the voice is come to Israel. അതിനു മുമ്പ് ദൈവസഭ എടുക്കപ്പെടും. 4, ബൈബിൾ കോളേജിൽ പഠിക്കുന്ന പോലെ കേട്ടണം. 4, അവൻ്റെ മിലിറ്ററി ലോകത്തിൽ വരും. ഇസ്രായേലിലേക്ക് പോകുന്നു. ഇനി എല്ലാം വെളിപ്പാടിലേക്കാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ അവൻ്റെ മിലിറ്ററി ലോകത്തിൽ വരും. ദാനിയേലിൽ ഒരു വാക്യം കൂടെ വായിക്കുമ്പോൾ, ഇന്ന് രാത്രി എന്താ മിലിറ്ററി? തമിഴ്നാടിൻ മുതലമച്ചൂർ എല്ലാവരും അരുമயான ചെയ്തികൾ. അപ്പം അമ്മ നാളെയും കൂടെ പ്രസംഗമുള്ളൂ. അതുകൊണ്ട് ക്ലിയർ കേട്ടോണം. സംശയമുള്ള ഏത് ഭാഗവും ഇവിടെ ഓൺലൈനിൽ നിങ്ങൾക്ക് ലിങ്ക് ജാസ്പർ തരും. വീണ്ടും നിങ്ങൾക്ക് കേൾക്കാനും സൗകര്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും നോട്ട് ചെയ്യണം. തമിഴ്നാടിൻ മുതലമച്ചർ കളിക്കാവിളി ഒരു വലിയ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നാൽ ആദ്യം അവരല്ല വരുന്നത്. അദ്ദേഹത്തിൻ്റെ തമിഴ്നാടിൻ്റെ ക്യൂ ബ്രാഞ്ച്, കന്യാകുമാരി SP, നാഗർകോവില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഇവിടുത്തെ MLA MP മുഴുവൻ വന്നതിന് ശേഷം കന്യാകുമാരിയിൽ നിന്ന് മുതലമച്ചർ കളിക്കാവിള വരുന്നത്. എന്താ മറ്റും ഇവിടെ വിഴിഞ്ഞത്തൊരു പെരിയ പരിപാടി, കണ്ടെയ്നർ ടെർമിനൽ. ചിന്തിക്കുക, അത് ഉദ്ഘാടനം ചെയ്യാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരണം. അദ്ദേഹം ന്യൂഡൽഹിയിൽ നിന്ന് ഒരു വിമാനം എടുത്ത് നേരെ തിരുവനന്തപുരം എയർപോർട്ട് വഴി വിഴിഞ്ഞത്ത് വരത്തില്ല. അദ്ദേഹം വരുന്നതിന് ബൈബി, റോ, ഇന്റലിജൻസ്, കേരള പോലീസ്, ഗവർണർ, ഡോഗ് സ്ക്വാഡ്, ബോംബ് സ്ക്വാഡ് മുഴുവൻ നോക്കി കയറാനുള്ള ഒരു പാസ് വരെ ശരിയാക്കിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി വിഴിഞ്ഞത്ത് വരുമെങ്കിൽ എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് അവൻ്റെ മിലിറ്ററി ഇവിടെ വരും. അങ്ങനെ ഒരു മിലിറ്ററി ലോകത്തിൽ വന്നു. അതിൻ്റെ പേര് IS, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ്. ഇന്ന് ലോകരാജ്യങ്ങൾ. ഇന്ത്യൻ മിലിറ്ററിയുടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ ഇന്ത്യൻ മിലിറ്ററിയുടെ പ്രത്യേകത? ഇന്ത്യൻ മിലിറ്ററിയിൽ ഇവിടെ எங்கள் பக்கத்திலேயே கரசேனாவுக்கு கிட்ட ஒரு ராலியை கொடுக்குது. அதுக்கு கேரளா பிள்ளை, தமிழ்நாடு பிள்ளைகள் செய்யும். அங்கே கவில்தார் அங்கே இருக்குது. அதுவா பட்டாள மிலிட்டரி ஆஃபீஸ் அங்கே இருக்குது. நீங்கள் அங்கே சேர்ந்து அவருடைய இன்டர்வியூவில் பார்த்துருக்குது. அவர் யாருமே கேட்டிருக்கு மெட்ரிகுலேஷன், നിങ്ങളുടെ ബോൺ ആൻഡ് ബ്രോട്ടം സർട്ടിഫിക്കറ്റ് അത് കൊടുത്തെങ്കിലേ റാലിക്കുള്ള നിൽക്കാൻ മടിയാതെ. അല്ലാത്ത ഒരെണ്ണത്തിനെയും കയറ്റിയല്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബംഗ്ലാദേശുകാരൻ ചെന്ന് എന്നെ പട്ടാളത്തിൽ ചേർക്കണമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമാൻഡർ പറയും, നീ നിൻ്റെ പണിക്ക് പോകും, അവിടെ പോയി തട്ടുകടയിൽ ചായ കുടിക്കാൻ. ഇത് ഇന്ത്യൻ മിലിറ്ററി. ഇന്ത്യയിൽ ജനിച്ചു വളർന്നവനെ ഇന്ത്യൻ മിലിറ്ററി കയറാൻ പറ്റൂ. ഹി വാസ് ബോൺ ആൻഡ് ബ്രോട്ടം. അങ്ങനെയെങ്കിൽ ഇന്ന് IS-നകത്താര് മലയാളി, IS-നകത്താര് തമിഴ്നാട്ടുകാർ, IS-നകത്താര് അറബി, പാലക്കാടുകാരി പെൺകുട്ടി, അത് കഴിഞ്ഞിട്ട് കോട്ടയംകാരൻ ചെറുപ്പക്കാരൻ, അത് കഴിഞ്ഞിട്ട് കാസർഗോഡുകാരൻ, അത് കഴിഞ്ഞ് വടക്കേ ഇന്ത്യക്കാരൻ, തമിഴ്നാട് കോയമ്പത്തൂരിലെ ടെക്നിക്കൽ എഞ്ചിനീയർ, അത് കഴിഞ്ഞ് അമേരിക്കക്കാരൻ ജിഹാദി ജോൺ, അത് കഴിഞ്ഞിട്ട് റഷ്യയിലെ പെൺകുട്ടി, അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുത്തവർ ആ UK-യിലെ കുഞ്ഞുങ്ങൾ മുഴുവൻ IS-നകത്ത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് സിറിയ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ്. ഇനി ഈ കാര്യം മനസ്സിലാക്കണം. IS എവിടെ? ബൈബിളിനകത്തുണ്ടോ?
അന്ത്യകാലം. ഞാൻ പറയുമ്പോൾ കുഞ്ഞു വായിക്കും. ദാനിയേലിൻ്റെ ദീർഘദർശനം. എതിർ ക്രിസ്തു വരുന്നതിന് മുമ്പ് അവൻ്റെ മിലിറ്ററി പെർഫോം ചെയ്യും. മോൻ വായിച്ച സഹായിക്കാം. എല്ലാവരും ബൈബിൾ തുറന്നാട്ട്. ഇന്ന് അവസാന വാക്യം ദാനിയേൽ കൊണ്ട് ബാക്കി വെളിപ്പാടിലേക്ക് മുൻപോട്ട്. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 25, 26 വാക്യങ്ങൾ ബൈബിൾ എല്ലാവരും എടുത്താട്ട്. ദാനിയേൽ പ്രവചനം 9, 25, 26 കളിക്കാവളിയിലേക്ക് വരുമ്പോൾ ആ ഭാഗം അവസാനിക്കും. ദാനിയേൽ 9, 25, 26. അതുകൊണ്ട് നീ അറിഞ്ഞ്. ദാനിയേൽ ഇപ്പം ആരായെന്നറിയാമോ? ഈ ദാനിയേൽ അവ ഇറാഖിൽ കൽദേരുടെ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരുന്ന നെബൂഖദ്നേസറിൻ്റെ സ്വപ്നം അവൻ വെളിപ്പെടുത്തി. LD ക്ലർക്കായിരുന്നു, UD ക്ലർക്കായി. ഇപ്പം ഇറാഖിൻ്റെ ചീഫ് സെക്രട്ടറിയായി. അവൻ മുട്ടുമടക്കി ദൈവത്തോട് നിലവിളിക്കുക. തൻ്റെ പട്ടണം തകർന്നു കിടക്കുക. യെരുശലേം മുഴുവൻ തകർന്നു പോയി. അവൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു. നിലവിളിച്ചപ്പോൾ ദൈവം കൊടുത്ത ദർശനമാ ദാനിയേൽ പ്രവചനം 9, ഇസ്രായേലിൻ്റെ മടങ്ങിവരവ്, യോബേൽ സംവത്സരം. ഇതെല്ലാം പഠിക്കണം മക്കൾ. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ഗാനാവിലെ കല്യാണത്തിന് നിറയ്ക്കുക താക്കുക എന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വല്ലതും വരുമോ? സ്വോത്രം. കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ എന്നോട് ചോദിക്കുക, ചൊവ്വായെ പറ്റി പാസ്റ്റർ ഒരു പ്രസംഗിക്കുന്നത് ഞാൻ വണ്ടി പിടിച്ച് വരാമെന്ന്. സ്വോത്രം. ഞാൻ പറയും ചൊവ്വായിപ്പാ ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കാൻ മോനെ, അവിടെ പോയിട്ട് ബാക്കി പറയാമെന്ന്. സ്വോത്രം. ഇത്രയൊക്കെ ഞാൻ ഒപ്പിച്ച് ചൊവ്വയുടെ കാര്യം പറഞ്ഞിട്ട് അവൻ ചോദിക്കുക ബാക്കി എൻ്റെ ഭൗമ ഉപരിതലത്തെ പറ്റി, ഫൗണ്ടേഷൻസിൻ്റെ ലൈസിനെ പറ്റി, മാർസിനെ പറ്റി ഒന്ന് പ്രസംഗിക്കാൻ പറ്റുമെന്ന്. സ്വോത്രം. അതുകൊണ്ട് ഇപ്പം തന്നെ പ്രസംഗിച്ചിട്ട് ആൾക്കാർ നമ്മളെ തീർക്കായിരിക്കുന്നു. സ്വോത്രം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എടുക്കണം. ദാനിയേൽ ആരായി? ഇറാഖിലെ ചീഫ് സെക്രട്ടറിയായി. ഇറാഖിലെ ചീഫ് സെക്രട്ടറി ഒരു പായ്ക്കകത്ത് മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണ്. സ്വോത്രം. തമിഴ്നാടിൽ ചീഫ് സെക്രട്ടറി പായ്ക്കകത്ത് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമോ? ചീഫ് സെക്രട്ടറി എവിടെ? ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാർ ആദ്യം ചെറിയ പേര്, പിന്നെ ഇച്ചിരൂടെ വലിയ പേര്, പിന്നെ ഞങ്ങൾ പറയും പോസ്റ്ററിനകത്ത് ഞങ്ങളുടെ കോട്ടിട്ട ഫോട്ടോയുമായിട്ടേ അടിക്കാവും, ഇല്ല ഞാൻ വരത്തില്ലെന്ന്. സ്വോത്രം. അതിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് പിന്നെ പാസ്റ്റർമാർ പറയുന്നതെന്ന് പറയുന്നത് ബാക്കി ഞാൻ പറയുന്നില്ല. ആദ്യമൊക്കെ പലർക്കും കൈ കൊടുക്കും, പിന്നെ കൈ കൊടുക്കത്തില്ല. കൈ കൊടുക്കാതെ അത് കുഴപ്പം കൈ വയ്യാത്തതല്ല, കൊടുക്കാത്തത് കൊണ്ടോ. സ്വോത്രം. പിന്നെ സ്വോത്രം എപ്പോഴും കണ്ണടച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ പ്രത്യേകത കണ്ണടയ്ക്കുകയല്ല, ആരെ നോക്കാൻ വയ്യാത്തതുകൊണ്ടോ. സ്വോത്രം. ഇങ്ങനെയുള്ള പ്രാശ്രന്മാരാ ഊളിയക്കാർ. പിന്നെ ഇപ്പം നോട്ടീസ് അടിക്കാൻ പറയും ഞാനിപ്പോൾ ഗ്രേഡ് കൂടിയിട്ടുണ്ട്, എന്നെ കർത്താവ് മറ്റൊരു ലെവലിലാക്കിയെന്ന്. സ്വോത്രം. ആ ലെവലിലാക്കിക്കൊണ്ട് പാസ്റ്റർ എന്ന് വെക്കരുത്, റവ എന്ന് വെക്കണമെന്ന്. സന്തോഷമില്ലല്ലോ. സ്വോത്രം. അമ്മച്ചി ഉപ്പ ഉണ്ടാക്കുന്ന റവ. സ്വോത്രം. എടാ കുഞ്ഞെ നീ എന്നാ റവയായത്? സ്വോത്രം. ഒന്നും ആയില്ല, ഈ പുസ്തകം എടുത്തതല്ലയോ നിൻ്റെ കരുണ. സ്വോത്രം. പറയുന്നത് ഞാൻ ഇപ്പം റവയാന്ന്. റവറൻ്റ്. സ്വോത്രം. കർത്താവ് പോലും പറഞ്ഞില്ല പരിശുദ്ധൻ ഒരുത്തനും ഇല്ല. സ്വോത്രം. നീതിമാൻ. അങ്ങനെ പാസ്റ്റർമാർ പറയുന്നത് ഇപ്പം എല്ലാം റവയാന്ന്. അങ്ങനെ നിൽക്കട്ടെ, ഇത്രയൊക്കെ മതി, ഈ പള്ളിക്ക് ഈ മണി മതി. സ്വോത്രം. ബാക്കി പറഞ്ഞ് ഇനി വിളിക്കത്തില്ല. അങ്ങനെ നിൽക്കട്ടെ. സ്വോത്രം. അങ്ങനെയെങ്കിൽ ദാനിയേൽ ഇറാഖിൻ്റെ ചീഫ് സെക്രട്ടറിയായി തൻ്റെ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്നതാ ദാനിയേൽ 9. അടുത്ത വായിച്ചിട്ട് മക്കളെ. ദാനിയേൽ 9:25 വായിച്ചിട്ട്. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടതെന്താ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി. ഇപ്പൊ നെബൂഖദ്നേസർ ഇതെല്ലാം തകർത്ത് കളഞ്ഞ ആലയോ ഇല്ല, ഒരു ഒന്നുമില്ല, യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായൊരു പ്രഭു വരെ 7 ആഴ്ചവട്ടം. അതാ അഭിഷിക്തനായ പ്രഭുവ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തു 70 ആഴ്ചവട്ടം. അതാ 7 ആഴ്ചവട്ടം ബൈബിളിൽ. അടുത്തത് 62 ആഴ്ചവട്ടം. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ വായിച്ചിട്ട് മോനെ കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. അതാ 3 പേര് പണിഞ്ഞു. യസ്ര, നെഹമ്യാവ്, സെരബാബേൽ. ബൈബിളും പ്രവചനവും ക്ലിയറാ. ഈ ആലയം തകരും. ഇപ്പൊ അതിന്റെ പുറകെ ഞാൻ വായിച്ചു തരാം. അടുത്ത വാക്ക്. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. ആരായി അഭിഷിക്തൻ? യോർദാനിലെ കലക്കവെള്ളത്തിൽ യേശു സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപത്തിൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കരമുയർത്തുന്നവർക്കായി അഭിഷിക്തൻ ക്രിസ്തു. അപ്പൊ യേശുവിൻ്റെ മരണം പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിൽ തന്നെ ഉണ്ട്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. സ്വോത്രം. അതാ ദാനിയേൽ പ്രവചനം. പിന്നെ അടുത്ത വാക്ക് അവൻ ആരുമില്ലെന്ന് വായിച്ചിട്ട് മോനെ. അവൻ ആരുമില്ലെന്ന് വരും. ഇവിടെ എല്ലാം പള്ളികളിൽ ക്രൂശിലെ 7 മൊഴികളൊക്കെ പഠിപ്പിക്കുന്നത്. എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? അവൻ ആരുമില്ല. ദാനിയേൽ പറയുക ദർശനത്തിൽ. യേശു ജനിക്കുന്നതിന് 600 കൊല്ലം മുമ്പ് എഴുതിയതാ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. കുഞ്ഞാട് അറുക്കപ്പെടണം. അവൻ ആരുമില്ലെന്ന് പറയും. അടുത്തതായി മിലിറ്ററി IS. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ വരുവാനിരിക്കുന്ന പ്രഭുവായി എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, അധർമ്മത്തിന്റെ മർമ്മം. ഇതെല്ലാം ആന്റിക്രൈസ്റ്റിന്റെ പേരാ. വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ ജനം പടയാകും. അഥവാ അതിനകത്ത് എല്ലാവരും ഉൾപ്പെടും. എവിടെ കത്തി വെക്കും? മോൻ വായിച്ചാട്ടെ. നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. നഗരത്തെയും
വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. പള്ളിക്കകത്തും ബോംബ് വെക്കും, ടൗണിനകത്തും ബോംബ് വെക്കും. ഇനി എല്ലാം ഇവർ ലൈവ് കൊടുക്കുന്നുണ്ട്. ദാണ്ടേ IS കേരളത്തിൽ 11 പേർ പിടിയിൽ. എല്ലാം കാണിക്കാം, ക്ലിയർ ആയിരിക്കണം വാക്യങ്ങൾ. അവൻ്റെ മിലിറ്ററിയാ. നഗരം കാബൂൾ രക്തക്കളം, IS ആക്രമണം. അടുത്തത് മ്യൂണിക്ക് കൂട്ടക്കൊല, IS 80 പേർ. അമേരിക്കയിലാന്ന് പിന്നെ പറയണ്ട. ദേശീയ ദിനം ഫ്രാൻസ് 84 മരണം, 84 മരണം IS. അടുത്തത് അമേരിക്ക, അടുത്ത ദേശീയ ഫ്രാൻസ്, അടുത്തത് തുർക്കി IS സ്ഫോടനം. നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അടുത്തത് ധാക്ക IS 126. എത്ര ക്ലിയറാ ദാനിയേലിന്റെ പ്രവചനം. അത് കഴിഞ്ഞാൽ ദാണ്ടെ സൗദി അറേബ്യ 2 കുഞ്ഞുങ്ങൾ IS ചേർന്നു. അമ്മച്ചി വഴക്ക് പറഞ്ഞു, ഇതാ നിമ്രോദിന്റെ തലമുറ തലയടക്കുന്ന നായാട്ടു വീരന്മാർ. 9 മാസവും 9 ദിവസവും 9 വിനാഴിക നൊന്ത് പ്രസവിച്ച അമ്മയുടെ തലയിൽ 2 കുഞ്ഞുങ്ങൾ അറുത്തു. ISൽ കയറുന്നവരാ തലയിറപ്പിൻ്റെ ആൾക്കാർ. ഇന്ന് രാത്രി ദാണ്ടെ ക്രൈസ്തവരെ കുറിച്ചുള്ള IS ലിസ്റ്റ് പുറത്തായി. 13,000 പേരെ കൊല്ലുവാൻ, അഥവാ നല്ല മേജർ പാസ്റ്റേഴ്സ് അതുപോലെ തിരുമേനിമാരെ കൊല്ലുവാൻ അവരെ ലിസ്റ്റ് അമേരിക്കൻ FBI എടുത്തു. ഇനി നിങ്ങൾ കേൾക്കണം, IS ബ്രിട്ടനിൽ വീണ്ടും ഭീകരാക്രമണം. IS എവിടെ വരും? അമേരിക്കയിലെ ബാബിസ്റ്റ് ചർച്ച്. എല്ലാവരും കേൾക്കണം, 52 പേരാ ബാബിസ്റ്റ് ചർച്ച്. 27 പേരെയും IS വെടിവെച്ചൊന്ന്. പാസ്റ്റർ മോനും മരിച്ചുപോയി. അമേരിക്കയെ പേടിയാ പുറത്തിറങ്ങാൻ. കർത്തവനും ആരെയില്ല തോക്കെന്നറിയത്തില്ല. 52 പേർ മരിച്ചു. ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം, ഞാൻ ഈ കോവിഡിന് തൊട്ട് മുമ്പിട്ട് 2016 തോന്നുന്നു തിരുവല്ലായി ഷാരൂഖിൻ്റെ ജനറൽ കൺവെൻഷനിൽ ഒരു പകലിൽ കർത്താവിൻ്റെ വരവ് പ്രസംഗിച്ചു. അന്ന് നമ്മുടെ അന്നത്തെ കാലത്ത് ഇത്രയും മൊബൈൽ സൗകര്യമൊന്നുമില്ല. ഒരു 8-9 വർഷമായി. അന്ന് അമേരിക്കയിൽ നിന്ന് 2 അച്ചായന്മാർ വന്നു. അപ്പം അന്ന് ലൈവൊന്നും അത്രയും ക്ലിയർ അല്ല, ഏതെങ്കിലുമൊക്കെ പടമൊക്കെ എടുക്കുക. പിന്നെ ഈ ലൈവുകളൊക്കെ വരുന്നത് 16 അന്നേരം ഈ ISനെ പറ്റിയും ദാനിയേൽ പ്രവചനമൊക്കെ പ്രസംഗിച്ചു. അച്ചായന്മാർ അവിടെ ഇരുന്നവരടുത്ത് പറഞ്ഞ്, ഈ പാസ്റ്റർ പറയുന്നത് ഒന്നും ശരിയല്ല, സ്വോത്രം, ഇതൊന്നും നടക്കത്തില്ല. എവിടെ നടക്കാനാ? പള്ളിയിലോ വല്ലതും ബോംബ് വെക്കും, അതൊക്കെ എവിടെ നടക്കാൻ ഇത്രയും സെക്യൂരിറ്റിയും ഇതുള്ളത്? ഈ അച്ചായന്മാർ പോയി. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞു. 2019 ആ കോവിഡിന് തൊട്ട് മുമ്പിട്ട് 18 നമ്മുടെ ഇവിടെ ഉദിയംകുളങ്ങര ദാണ്ട് ഈ പ്ലാമൂട്ടക്കട വരുന്നൊരു റോഡുണ്ട്, കാക്കറവിള. എല്ലാവരും കേട്ടിട്ടുണ്ടോ? എവിടെ അറിയാനാ? കാക്കറവിള എവിടെ, പ്ലാമൂട്ടക്കട എവിടെ, അമ്പനാവിള എവിടെയെന്ന് നിങ്ങൾക്കറിയത്തില്ല. സ്വോത്രം. കാക്കറവിള CSIയുടെ കൺവെൻഷൻ, CYFൻ്റെ ചെറുപ്പക്കാരുടെ കൺവെൻഷൻ. അപ്പം 4 ദിവസം കൺവെൻഷൻ കാക്കറവിള CSI. 2 ദിവസം ഞാൻ പ്രസംഗിച്ചു. എന്നും രാത്രി തിരിച്ചു പോകും. കുഞ്ഞുങ്ങൾ എന്നെ ഉദയംകുളങ്ങര കൊണ്ടുവിടും. ഞാൻ ചാത്തന്നൂരിലേക്ക് ബസ്സിലങ്ങ് പോവുകയും ചെയ്തു. 2-ാം ദിവസം കഴിഞ്ഞു. 3-ാം ദിവസം ഞാൻ അവിടെ പ്രസംഗിക്കാമെന്ന് ശനിയാഴ്ച അച്ഛൻ ചായയും ബിസ്ക്കറ്റും തന്ന് പള്ളിമേടയിൽ നിന്നപ്പോൾ ആദ്യമായിട്ട് അമേരിക്കയിൽ നിന്നൊരു ഫോൺ കോൾ. സ്വോത്രം. 2 അമേരിക്കക്കാരനെ വിളിച്ചു. ഞാൻ വിചാരിച്ചു എൻ്റെ കാര്യം ശരിയായിരുന്നു. സ്വോത്രം. മിക്കവാറും പേപ്പറെല്ലാം റെഡിയായിരുന്നു. അപ്പോഴവർ പറഞ്ഞു, പാസ്റ്ററെ, ഞങ്ങൾ 2 കൊല്ലം മുമ്പ് പാസ്റ്റർ പ്രസംഗം കേൾക്കാൻ തിരുവല്ലയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ മൊബൈൽ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന മൊബൈലുണ്ട്. അന്ന് പാസ്റ്റർ പ്രസംഗിച്ചൊരു ഭാഗമാ പള്ളികളിലും ബോംബ് വെക്കും, ടൗണിലും ബോംബ് വെക്കും. ഞാൻ ചോദിച്ചു, അതിനിപ്പോൾ അമേരിക്ക എന്തുവാണെന്ന്? അവർ പറഞ്ഞത്, അവരിപ്പം ഡാലസിലാണ് ഉള്ളത്. അവിടെ ഒരു രാത്രിയിലെ നൈറ്റിലെ ഗാംബ്ലിംഗ് ക്ലബ്ബുണ്ട്, രാത്രിയിലെ ക്ലബ്ബ്. അവിടെ ഡാലസിൽ ക്ലബിനകത്ത് 57 പേര് ISൻ്റെ തീവ്രവാദി വെടിവെച്ചു കൊന്നു. ഞാൻ പറഞ്ഞത് ഒറിജിനൽ ന്യൂസാണെന്നു. അപ്പം പറഞ്ഞു ഒറിജിനൽ ന്യൂസാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇച്ചിരി ഹോട്ട് ആൻഡ് സ്പോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. സ്വോത്രം. ഇവിടെ വന്നപ്പോൾ ശാമുവേലിൻ്റെ വാക്യം കൊടുത്തോലെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് ചായ ഇങ്ങോട്ട് തന്നാട്ട് ഞാൻ തുണ്ടങ്ങ് മാറ്റാം. ഫയൽ എൻ്റെ കയ്യിലിരിക്കുമല്ലോ, ഏത് സമയത്തും വെടിവെക്കാനിരിക്കുമോ. സ്വോത്രം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫയലിനകത്തുനിന്ന് ദാനിയേൽ പ്രവചനം എടുത്തു. ഞാൻ എന്നിട്ട് പറഞ്ഞു, നാളെ പത്രത്തിൽ കാണാം IS എവിടം വരാമെന്ന്. സ്വോത്രം. അനവധി പേര് മരിക്കുമെന്നൊക്കെ പറഞ്ഞു. സ്വോത്രം. പ്രവചനമൊന്നുമല്ല. സ്റ്റേജിനകത്ത് ചിലർ പറയും, ദൈവാത്മാവ് ഞാൻ വണ്ടിയിരുന്നപ്പോൾ ദൂത് വന്നെന്ന്. അതൊക്കെ വെറുതെ. സ്വോത്രം. വണ്ടിയിലില്ല, പ്രാർത്ഥന മുറി കിട്ടുന്നില്ല. ഞാനിത് പറഞ്ഞു. ഞാൻ സ്ഥലം കാര്യമാക്കി. രാവിലെ കാക്കറവിള CSIയിലെ കുഞ്ഞുങ്ങൾ പറയുന്നത്, ഏഷ്യാനെറ്റിൽ കാണിക്കുന്ന 57 പേര് ലാസ് വേഗസ് ഗാംബ്ലിംഗ് ക്ലബിൽ അമേരിക്കയിൽ വെടിയേറ്റു മരിച്ചു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, പാസ്റ്ററെ, ഈ പ്രവചനം ഇത്രയും ക്ലിയറായിട്ട് എങ്ങനെ പറഞ്ഞു? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമക്കളെ, അതൊന്നും പറയരുത്, എൻ്റെ പേര് നശിപ്പിക്കരുത്. ഇന്നലെ മിഷൻ വീട്ടിൽ വന്ന അച്ഛൻ ചായ തന്നപ്പോൾ അമേരിക്കക്കാർ വിളിച്ചുകൊണ്ട് ഞാൻ ഈ തുണ്ടെഴുതി നിങ്ങൾക്ക് തന്നതാ, അല്ല ഞാൻ ദീർഘദർശിയൊന്നും അല്ല. അതുകൊണ്ട് കാര്യം റെഡിയാണ്. കാക്കറവിളെ പ്രസംഗിച്ച സംഭവമായി പറയുന്ന. സ്വോത്രം. അങ്ങനെയെങ്കിൽ 57 പേരെ അമേരിക്കയിൽ രാത്രിയിൽ വെടിവെച്ചു വന്നു. ഇനി അവരെവിടെ? സകലയിടത്തും ആക്രമണം നടത്തും. ഇന്തോനേഷ്യയിലെ ക്രിസ്ത്യൻ പള്ളികളിൽ ആക്രമണം. ഇനി ഞാൻ വരുന്നത് എവിടത്തേക്കാണെന്നറിയാമോ? സ്തോത്രം. കേരളത്തിലേക്ക്. ISൽ മലയാളികൾ പറയാം,
അതിനാസ്പദമായി തമിഴ് മക്കളെല്ലാം ഇത് കേട്ടിരിക്കണം. 2018 ഏപ്രിൽ മാസം എവിടാ ശ്രീലങ്ക ഈസ്റ്റർ ദിനം. എല്ലാവരും കേൾക്കണം, കളിക്കാപ്പിളിലേക്ക് വരുക. ശ്രീലങ്കയിൽ ഒരാക്രമണമുണ്ടായി. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ശ്രീലങ്കയിലെ 4 പള്ളികളിൽ IS-ന്റെ സ്ഫോടനം. ഈസ്റ്റർ ദിനം കൊളംബോ, നെഗംബോ 4 പള്ളികൾ, 400 പേർ മരിച്ചു. ആ അന്വേഷണം ശ്രീലങ്കയിൽ നിന്ന് വന്ന് എവിടെ വന്നു? പാലക്കാട്, കോയമ്പത്തൂർ, ഉക്കടം സ്ട്രീറ്റ്. ആ ഉക്കടം സ്ട്രീറ്റിൽ റെയ്ഡ് നടത്തിയ ഒരു വ്യക്തിയുണ്ട്. തമിഴ്നാടിൻ്റെ SI ആയിരുന്നു മിസ്റ്റർ വിൻസെൻ്റ്. അവിടുന്ന് അത് പാലക്കാടേക്ക് വന്നു. പിന്നെ അടുത്ത സംഭവം, പാലക്കാട് വന്നപ്പോൾ കേരളത്തെ ഞെട്ടിച്ചൊരു വാർത്തയുണ്ട്. കേരളത്തിലെ പത്രക്കാർ അതെല്ലാം പൂഴ്ത്തി വെച്ച് കളഞ്ഞു. എന്താ സംഭവം എന്നറിയോ? 2020 ഒരു സംഭവം നടത്താൻ അവർ പ്ലാൻ ചെയ്തു. 2019 എറണാകുളത്ത് രാത്രി മറൈൻ ഡ്രൈവിൽ പാർട്ടി നടക്കുമ്പോൾ അതിനകത്ത് പാപ്പാഞ്ഞിക്ക് തീ കൊളുത്തി കൈയടിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ അരയിൽ കെട്ടുന്ന ബോംബ് കൊണ്ട് ചാവേറിനെ അവർ നിയന്ത്രിക്കാൻ തുടങ്ങി. ആ അന്വേഷണം എല്ലാം വന്നു. എന്നിട്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? സ്വോത്രം, ആ ആക്രമണം നടന്നില്ല. കടൽ വഴി ഡിറ്റനേറ്റർ എത്തിയില്ല. അർത്ഥം, പാലക്കാട്, കോയമ്പത്തൂർ, തമിഴ്നാട് ഉക്കടം സ്ട്രീറ്റിൽ റെയ്ഡ് നടത്തിയ വിൻസെൻ്റ് പിന്നത്തതിൽ മാറി കളിക്കാവിളയിൽ വന്നു. എല്ലാവരും മനസ്സിലാക്കണം. കളിക്കാവിളയിൽ വന്നപ്പോൾ കാലങ്ങൾ കഴിഞ്ഞു. നെയ്യാറ്റിൻകരയിൽ നിന്ന് 2 ചെറുപ്പക്കാർ ഓട്ടോയ്ക്കകത്ത് വന്ന് കളിക്കാവിള ചെക്ക് പോസ്റ്റിൽ നിന്ന് തമിഴ്നാടിൻ്റെ SI വിൻസെന്റിനെ കൊന്നു. IS-ന്റെ തീവ്രവാദികൾ കരമുയർത്തുന്നവർക്കായി കളിക്കാവിള ചെക്ക് പോസ്റ്റിൽ സായം സന്ധ്യയിൽ ഡ്യൂട്ടി നിന്ന്. എന്നിട്ട് അവരെവിടെ പോയി? അവർ നേരെ ഇവിടെ പോയി, ഖത്തറിൽ പോയി. കഴിഞ്ഞ വർഷം ഖത്തറിൽ നിന്ന് തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് ഇവിടെ കൊണ്ടുവന്നു. ഇന്ന് രാത്രി നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. നമ്മുടെ നാഥന്റെ വരവ് ഏറ്റവും അടുത്തുപോയി. IS-ന്റെ ആക്രമണം കളിക്കാവിള. SI വിൻസെന്റ് കേൾക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ഇനി സംഭവിക്കാൻ പോകുന്നത്, ഇന്ന് രാത്രി IS-നകത്ത് ആരുണ്ട്? സകലരുമുണ്ട്. IS-ന്റെ പ്രത്യേകത എന്താ? ഇത് കുഞ്ഞുങ്ങളെ ട്രാപ്പ് ചെയ്യുന്നൊരു മെത്തേഡാ. ആ മെത്തേഡിൻ്റെ പേരാ മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. ഇന്ന് രാത്രി നിങ്ങളുടെ കലാലയങ്ങൾ സേഫല്ല. അമ്മച്ചി, അച്ചായ കേട്ടോണം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോകുന്ന കലാലയങ്ങൾ സേഫല്ല. അതിൻ്റെ കാര്യം, പല മേഖലയിൽ കുഞ്ഞുങ്ങൾ നശിച്ചു കൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ വേറെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണ്ട, എല്ലാവരെയും വിടാം. തൊട്ടടുത്ത് കൊല്ലങ്കോട് കടലിരിക്കത്, കടലിൽ നല്ല കാര്യം ഇരിക്കത്, തണ്ണി ഉറ്റത്തണ്ണി വന്ന് ഉപ്പിരിക്കത് കടലിൽ. പക്ഷേ നല്ല അയില കിട്ടുന്ന സ്ഥലമുണ്ട്. കേരളത്തിൽ ഏറ്റവും നല്ല അയില കിട്ടുന്ന സ്ഥലം എവിടെ? അയ്യോ, കാസർഗോഡല്ല. ഞാൻ എല്ലായിടത്തും പ്രസംഗിക്കാൻ പോയ പൂവാറ്. അവിടുത്തെ കണക്ക് അയിലയുടെ ടേസ്റ്റ് ലോകത്തെങ്ങുമില്ല. സന്തോഷമില്ലല്ലോ പൂവാറിലെ അയില. പൂവാറ് കണ്ടിട്ട് പോലുമില്ല, ഉരമ്പീത് അയില മേടിച്ചിട്ടുമില്ല. സ്വോത്രം. ഏറ്റവും നല്ല അയില കിട്ടുന്നത് പൂവാറിലെ നല്ല സൂപ്പർ അയില. സ്വോത്രം. അടുത്ത സമയത്ത് പഴമഞ്ചാലി ഞാൻ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. അപ്പോൾ അവിടുത്തെ കുഞ്ഞുങ്ങൾ ചോദിച്ചാൽ എന്താ വേണം? ഞാൻ പറയും 4 അയില പൊരിച്ചുകൊണ്ടോ, കാശില്ലേലും വേണ്ടിയല്ല. സ്വോത്രം. എവിടുന്ന് നല്ല സുന്ദരമായ അയില. അതുപോലെ ആ അയില വീട്ടിൽ കൊണ്ടുവന്നാൽ, ഇന്ന ചർച്ചയ്ക്ക് കൊണ്ടുവന്നാൽ, ആൻറ്റി വെറുതെ അയില വേവിച്ച് കൊടുത്താൽ പാസ്റ്റർക്ക് നല്ല ഇഷ്ടം വരുമോ? പാസ്റ്റർ പറയും കൊണ്ടുപോയിക്കോളാം. സ്വോത്രം. ബാക്കി ഞാൻ മിണ്ടുന്നില്ല. സ്വോത്രം. അതിന് കറി വെക്കുമ്പോൾ കടൽ വെള്ളത്തിൽ കിടന്ന അയില വീട്ടിൽ കറി വെക്കുമ്പോൾ ആൻറ്റി എന്തോ ചെയ്യും? ഉപ്പ് ചേർത്താ കറി വെക്കുന്നത്. ഇതിനകത്തൊരു കാര്യമുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എവിടെയും പഠിക്കാൻ വിടാം, ഏത് കലാലയത്തിലും വിടാം, തക്കല വിടാം, ഇറച്ചിപ്പാലത്ത് സണ്ണോ എവിടെ വേണേലും വിടാം. സ്വോത്രം. പക്ഷേ ആ വെള്ളത്തിനകത്ത് ഉപ്പുണ്ട്. പഠിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ അകത്ത് ആ ഉപ്പ് കയറരുത്. മലയാളം. പൂവാറിൽ ആ കടലിൽ കിടക്കുന്ന മീൻ കിടക്കുന്നത് ഫുൾ ഉപ്പ് വെള്ളത്തിലാണ്. പക്ഷേ ആ കടലിലെ ഉപ്പ് മീൻ്റെ അകത്തില്ല. കരമുയർത്തുന്നവർക്കായി. അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ എവിടെ പോയാലും ദുഷ്ടൻ്റെ കൂട്ടുകെട്ടിനകത്ത് വീഴാതെ അവരിലൊരു ശക്തി വേണം. ആ ശക്തിയുടെ പേരാ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എന്താ IS-ന്റെ മുദ്രാവാക്യം? യോഹന്നാൻ 16:2. അതാ കളിക്കാവിളെ കണ്ടത്. ബൈബിൾ എടുത്താട്ട് യോഹന്നാൻ 16:2. എന്താ IS-ന്റെ മുദ്രാവാക്യം? വായിച്ചാട്ടെ യോഹന്നാൻ 16:2. അവർ നിങ്ങളെ പള്ളി ഫ്രഷർ ആക്കും. ഇനി കേട്ടോണം. എല്ലാം കുഞ്ഞ് വായിച്ച് തന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ കേൾക്കണം. ഇവിടെ വെട്ടുവിളയെന്ന് പാസ്റ്റർ മാസങ്ങളായി എന്നെ കൺവെൻഷന് വിളിച്ച്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പോയി ഊരമ്പം കുല്ലംകൂടും എല്ലാം എൻ്റെ സഹോദരങ്ങളും എൻ്റെ സുഹൃത്തുക്കൾ. അവിടുന്ന് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു, പാസ്റ്ററെ ഇങ്ങോട്ട് വരരുത്, ഇവിടെ പള്ളിക്ക് ബോംബ് വെച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ മൊബൈൽ ഓഫാക്കും. ഞാൻ തമ്പാനൊന്ന് ചായം കുടിച്ച് എൻ്റെ വീട്ടിൽ പോകും. സ്വോത്രം. പള്ളി ബോംബ് ഭീഷണി ഉണ്ടെന്ന് പറയാൻ നിങ്ങൾ വല്ലതും വരുമോ? വരത്തില്ല.
ഇനി സംഭവിക്കാൻ പോകുന്നത് സകല സ്ഥലത്തും പള്ളിക്ക് ബോംബ് ഭീഷണി. നൈജീരിയയിൽ, സൗത്ത് ആഫ്രിക്കയിൽ, ബ്രിട്ടനിൽ, ഫ്രാൻസിൽ ഇന്നലെ ഒന്ന് കത്തിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതെല്ലാം അന്ത്യകാലം. അപ്പോൾ അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. പള്ളിക്ക് ബോംബ് ഭീഷണി വന്നാൽ ആരാധനയില്ല. എൻ്റെ അരുമயான തമിഴ് മക്കൾ ശ്രീലങ്കയിൽ വന്ന് 2 വർഷം ആരാധനയില്ലായിരുന്നു. പള്ളിക്ക് ഭീഷണി ഓൺലൈനിലായിരുന്നു. കൊളംബോ, രഗംബോയിൽ. അത് കാണാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീലങ്കയിൽ പോയത്. അവിടുത്തെ ബിഷപ്പിനെ കണ്ട് കൈ കൊടുത്തു. ഇതെല്ലാം അന്ത്യകാലമാണ്. അത് ആ കളിക്കാവിളയിലെ കൊലപാതകത്തോടുകൂടി ആ പരമ്പര മുഖ്യ സൂത്രധാരന്മാർ ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കണം. എറണാകുളത്ത് ഇവർ ഇത് ഈ പാപ്പാഞ്ഞി കത്തിച്ച് വെടിവെക്കാൻ പദ്ധതി വെച്ചു. അന്ന് എറണാകുളം സിറ്റിയിലെല്ലാം ഞാൻ പ്രസംഗിക്കുന്നത് YMCA പാലാരിവട്ടവും കലൂരും എല്ലാം പ്രാവശ്യം പോകുന്നുണ്ട്. തോപ്പമ്പടി, പിന്നെ പോർട്ട് കൊച്ചി, ഇവിടെ എല്ലാം പ്രസംഗിക്കുന്നത്. അവിടുത്തെ ദൈവദാസന്മാർ പലരും വിളിച്ചു, പാസ്റ്ററേ എറണാകുളത്ത് ഒരു ടാർഗറ്റ് ചെയ്യുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, നിങ്ങൾ അവൻ ടാർഗറ്റ് ചെയ്താലും അവിടെ ഒന്നും നടക്കത്തില്ല. എറണാകുളത്തൊന്നും വന്നത് പൊട്ടത്തില്ല. അതിനു മുമ്പ് ഒരു സംഭവം നടക്കും. ദൈവദാസന്മാരോട് ഞാൻ പറഞ്ഞു, ഇവൻ്റെ മിലിറ്ററി കേരളത്തിലും തമിഴ്നാട്ടിലും വന്ന് പൊട്ടുന്നതിന് മുമ്പ് ലോത്തിനെയും കുഞ്ഞുങ്ങളെ കൈപിടിച്ച് കൊണ്ടുപോയ കർത്താവ് തൻ്റെ മഹിമയോടെ ഭക്തന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരും. ഇന്ന് രാത്രി അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. പിന്നെ ഈ IS പോകുന്ന സാധാരണ ആൾക്കാരൊന്നുമല്ല. ജിഹാദി ജോൺ, അവൻ 400 പേരെ കൊന്നവനാ. ജിഹാദി ജോൺ. ഇന്ന് അടുത്ത വാക്ക് മോൻ വായിച്ചാട്ടെ. അടുത്ത വാക്ക്. അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന മതി. മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം, അങ്ങനെ പറയുന്ന നാഴിക. കേരള ഒരു ട്രെയിനകത്ത് ഡൽഹിക്കാരെ ഒരുത്തം വന്നു. പാലക്കാട് എവിടാ, കണ്ണൂരി വെച്ച് ഏലത്തൂർ ട്രെയിൻ സ്ഫോടനം. അവനെ കേരള പോലീസ് പിടിച്ചപ്പോൾ അവൻ പറഞ്ഞെന്തോ, മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. ആലുവ, അങ്കമാലി, കളമശ്ശേരി യഹോവ സാക്ഷികളുടെ സമ്മേളനം. ചോറ്റുപാത്രത്തിനകത്ത് ഒരുത്തൻ ബോംബ് വെച്ചത്. 6-7 അമ്മച്ചി സഹിതം തട്ടിപ്പോയി. അവൻ അവസാനം പറഞ്ഞെന്തുവാ, മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. അല്ലാതെ ആരെയും ഇതല്ല, പൈസയ്ക്ക് വേണ്ടിയല്ല. ഇതൊരു പ്രത്യേക തലത്തിലുള്ള രീതിയാണ്. നിങ്ങൾ പള്ളി ഭ്രഷ്ടരാക്കും. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കും. இந்த നാൾക്കളിൽ 2ാമത് നാളിൽ അരുമயான செய்தியை കേൾക്കുന്ന പിള്ളേകൾ നിങ്ങളെല്ലാം ഓൺലൈൻ പാത്തിരിക്കത്. സിറിയ, ഇറാഖ്, ISന്റെ തീവ്രവാദികൾ ആരുടെ തല, കുഞ്ഞുങ്ങളുടെ കഴുത്തറത്ത് തല രക്തം വീഴുന്നത് കാണാം. ഇന്ന് 2ാമത് രാത്രി നിങ്ങൾ എന്നോട് ചോദിക്കും, ഊളിയക്കാരാ IS മിലിറ്ററി കളിക്കാവുള്ളവർ വന്നു, ഇനി താമസം പിന്നെ ഇവിടെ വരും. എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ തലയിലും ഹല്ലേലൂയ ഷോള് പുതപ്പിക്കും. ടെലിവിഷനിൽ കണ്ടതുപോലെ നിങ്ങളുടെ കഴുത്തറക്കും. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി പറയണം, ISന്റെ മിലിറ്ററി ഇവിടെ നിന്ന് നമ്മുടെ കഴുത്തറത്ത് രക്തം താഴെ വീഴുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വരും. കരമുയർത്തുന്നവർക്ക് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്ത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ അവന്റെ ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ യേശു മടങ്ങി വരും. കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയമടുത്തു, അവൻ അടുക്ക വാതിൽക്കൽ. 4ാമത്തെ സംഭവം അവൻ്റെ മിലിറ്ററി ലോകത്തിൽ. 5 ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ അവൻ ദൈവാലയം പണിയും. 3-4 വാക്യം കഴിയുമ്പോൾ ഇടവേള, പിന്നെ 15 മിനിറ്റോടെ വായിക്കാം. ഇന്ന് ലോകത്തിലെ അന്താരാഷ്ട്ര പ്രശ്നം, ഇസ്രായേൽ ഹമാസ് ചെല്ലാൻ പോകുന്നത് അവസാനം യെരൂശലേമിലേക്കാണ്. യഹൂദനാലയമില്ല. എതിർ ക്രിസ്തു വന്നാൽ ദാണ്ടേ ന്യൂ വേൾഡ് ഓർഡർ, ഏകലോക ഭരണം വന്നാൽ ഇന്നത്തെ ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം അവൻ തീർക്കും. ആലയം പണിയും. വായിക്കാം. ദൈവസഭ എടുക്കപ്പെട്ടാൽ വെളിപ്പാട് പുസ്തകം 6:1-2 ബൈബിളുള്ളവരെല്ലാം എടുത്താട്ട് നല്ലോണം നിങ്ങൾ വചനം പഠിക്കണം. അതിനുവേണ്ടി ആ കർത്താവിൻ്റെ ദാസനോട് സമയം ഞാൻ നേരത്തെ മേടിച്ച്, അതുകൊണ്ട് വെളിപ്പാട് 6:1-2 ദൈവസഭ എടുക്കപ്പെട്ടാൽ 7 വർഷത്തെ ഭരണം. മോൻ വായിച്ചാട്ട്. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. എതിർ ക്രിസ്തു ആദ്യം വരുന്നത് വെള്ളക്കുതിരയുടെ സമാധാനത്തിന്റെ പുറമോടി.
നല്ല അരുമயான വൈറ്റ് ഡ്രസ് ഇട്ട് TPM-ൽ അതുമായി മൂപ്പൻ ഞങ്ങളെപ്പോലെ നല്ല വെള്ളെ ഉടുത്ത് വരും. ഞാൻ സമാധാന പ്രിയൻ. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നം തീർക്കാം, ബാങ്കുകൾ പൊട്ടുന്ന പ്രശ്നം തീർക്കാം, ഇന്നത്തെ ചൈനയിലെ കലാപം തീർക്കാം, UK-ലെ പിള്ളേരെ സമരം തീർക്കാം, നമ്മുടെ ഇന്ത്യയിലെ പ്രശ്നവും തീർക്കാം, ഖജനാവ് ശരിയാക്കാം. അതാ വെള്ള കുതിര, സമാധാനത്തിൻ്റെ പുറമോടി. അവനെ ലോകം പറയും, അവനാ വേൾഡ് ലീഡർ. പറഞ്ഞാട്ടെ, അതാ പറ. ഇരിക്കുന്നവന്റെ കയ്യിലൊരു വില്ലുണ്ട്. തമിഴ്നാടിന് മുതലമച്ചർ ഇങ്ങ കളിക്കാവിള വരുമ്പോൾ നിങ്ങളൊരു വലിയ വാളും വില്ലും ഒക്കെ കൊടുക്കും. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് തലയിൽ ഒരു കിരീടവും കൂടെ വെക്കും, പുഷ്പകിരീടം. വായിച്ചാട്ടെ, അവന് ഒരു കിരീടം ലഭിച്ചു. അവൻ ആ വേൾഡ് റൂളർ. യേശു പറഞ്ഞു, അവൻ അടുക്ക വാതിൽക്കൽ. അടുത്ത വായിച്ചിട്ട്, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. മതി. അങ്ങനെയെങ്കിൽ ഒരു ഭരണം വന്നാൽ ഒന്നേ ഈ വരുന്നവൻ ഇസ്രയേലുമായിട്ട് സന്ധി ചെയ്യും. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാ യഹൂദനാലയമില്ല. ഇവൻ വെച്ചു കൊടുക്കും. ഇനി ദൈവ പിള്ളകൾ ഇവിടെ നല്ല വചനം കേൾക്കുന്നതാ. കൊല്ലംകോടൊക്കെ പണ്ട് നല്ല വചനം കേട്ടതാ. ഇടയ്ക്ക് ചിലർ നുഴഞ്ഞു കയറിയ വിടുതലായത്. ഇപ്പോൾ വിടുതൽ നടത്തിയവരെല്ലാം വിടുവിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. അതുകൊണ്ട് ഇനിയെങ്കിലും കൊല്ലംകോട്, ഊരമ്പം, ചെങ്കവിളയും സ്വോത്രം പച്ചക്ക് ഞാൻ പറയുക. അതാ ഇന്നലെ ഞാൻ പറയാം, 16 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ വരവ് കൃപാസനത്തിൽ വന്ന് ജോൺ സാർ അന്ന് ജീവിച്ചിരുന്നപ്പോൾ സൈക്കിളിൽ വരുമായിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് പ്രസംഗിച്ചതാണ്. സ്വോത്രം. അതിനുശേഷം ഈ പാറശാല, ചെറുപാരക്കോണ ഈ ഭാഗം, അത് കൊല്ലംകോടെല്ലാം ഊളിയക്കാർ വന്ന് എവിടുന്ന് കെട്ടിയിറക്കിയെന്ന് അറിയത്തില്ല. സ്വോത്രം. നിങ്ങളുടെ കാശും പോയി, അവർ നന്നാവുകയും ചെയ്തു. സ്വോത്രം. ഇപ്പോൾ കോവിഡ് ആയപ്പോൾ ആരവേ കാണാൻ മുടിയാതെ. സ്വോത്രം. കോവിഡ് വന്നപ്പോൾ വിടുതലിൽ വീരന്മാരെ ആരെയും കാണാനില്ല. സ്വോത്രം. കഴിഞ്ഞ ദിവസം നാഗർകോവിൽ അരുമയാൻ ഊളിയക്കാരിരിക്കത്. നാഗർകോവിൽ എന്നൊരു ഊളിയക്കാരെ എണ്ണിക്കെട്ട് പേശി, അയ്യാ കേരളത്തിലെ പൈസ അടിച്ച് മാറ്റുന്നവരെല്ലാം നാഗർകോവിൽ വന്നെന്ന്. സ്വോത്രം. ഞാൻ പറഞ്ഞ ATM കാർഡ് ഇവിടെ കൊടുത്തേക്കാം. സ്വോത്രം. 15 എത്ര കൊല്ലമായി പ്രസിഡൻ്റ് കൂടെ കീബോർഡ് വായിക്കുന്നതറിയാം. കൊല്ലങ്ങളായി. സ്വോത്രം. ഞങ്ങൾ മക്കളെ സത്യത്തിന് വേണ്ടി പ്രസംഗിക്കണം. ഇവരെല്ലാം വഴിവിട്ട് പോയപ്പോൾ ഞാൻ ഈ ചെറുപ്പക്കാരോടെല്ലാം പറഞ്ഞ അവസാനം ദൈവത്തിൻ്റെ ന്യായവിധി വരുമെന്ന്. ഇവിടെ ഇടയ്ക്ക് നമ്മുടെ കൊല്ലംകോട് ഊരമ്പിൽ ഒരുത്തനുണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു കണ്ണൂർ ലുട്ടാപ്പി. ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. സ്വോത്രം. അവർ നമ്മുടെ കയ്യെ പിടിച്ച് നടന്നവനായിരുന്നു കണ്ണൂർ ലുട്ടാപ്പി. ബാക്കി ഞാൻ പറയുന്നില്ല. സ്വോത്രം. അവരൊക്കെ വഴിവിട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ ആവശ്യമില്ലാത്ത പണിക്ക് പോയാൽ ദൈവത്തിൻ്റെ അടിയും കിട്ടും, പിന്നെ നാട്ടുകാർ തിരിഞ്ഞു നോക്കിയാലോ. സ്വോത്രം. ഇപ്പോൾ കത്തോലിക്കാ സഭയിൽ ചെന്ന് നിങ്ങളെ ഞങ്ങളറിയിച്ചതൊടി ചിങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവരെങ്കിലും ആ ദൂതൻ. സ്വോത്രം. ഊരമ്പനെ ഇളക്കിയ പാർട്ടിയാണ്. സ്വോത്രം. ഇവരെയൊക്കെ ദൈവം ന്യായം വിധിച്ച് സത്യവചനത്തിന് നിൽക്കണം. അതിന് ക്ലിയറായിരിക്കണം. ക്ലിയർ. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ 4 ആലയങ്ങൾ പഠിച്ചുകൊണ്ടേ ഇറങ്ങാവൂ. 1 സമാഗമന കൂടാരം, ടാബർനാക്കിൾ. അതിനകത്ത് ബൈബിളിലുണ്ട് പ്രാകാരം, വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അത് പോയി. 2 ശലോമോൻ്റെ ആലയം. BC 606 നെബൂഖദ്നേസർ തകർത്തു. 3 ദാനിയേൽ കുഞ്ഞ് വായിച്ചു, സ്വർഗം പറഞ്ഞു. എസ്ര, നെഹമ്യാവ്, സെരബാബേൽ അവരെ കൊണ്ട് ആലയം പണി. ക്ലിയർ ആയിക്കോണം. ഇന്ന് രാത്രി കേൾക്കണം. സമാഗമന കൂടാരം, ശലോമോൻ്റെ ആലയം. അതിനുശേഷം എസ്ര, നെഹമ്യാവ്. ഭരണകൂടം മാറി. ബാബേൽ, മേദ്യ പാർസ്യ, അലക്സാണ്ടർ. റോമൻ്റെ സാമ്രാജ്യം വന്നപ്പോൾ റോമൻ്റെ ഗവർണറായിരുന്നു ആരാ? ഹെരോദാവ്. 46 വർഷം കൊണ്ട് ദേവാലയം പണിതു. ആ ദേവാലയത്തിലാണ് യേശു ഓശാന പെരുന്നാൾ വന്നത്. ആ ദേവാലയത്തിൽ യേശു പ്രഭാഷണം നടത്തി ഇറങ്ങി. ഇന്നലെ വായിച്ചു, അവൻ ദൈവാലയം വിട്ടു. മത്തായി 24:1-2. ശിഷ്യന്മാർ ആലയത്തിൻ്റെ പണി കാണിച്ചു. യേശു പറഞ്ഞു, ഇത് കല്ലിന്മേൽ കല്ല് ശേഷിപ്പാതെ ഇടിഞ്ഞു പോകും കരമുയർത്തുന്നവർക്കായി. ഇന്ന് ഇസ്രായേലിന് ആലയമില്ല. എല്ലാവരും ശ്രദ്ധിക്കണം. ഇന്നൊരു വിലാപ മതിൽ അവിടെ ഉണ്ട്. അതിൻ്റെ പേരാ വെസ്റ്റേൺ വാൾ. അങ്ങനെയെങ്കിൽ അതിലാ യഹൂദൻ തലയിടിച്ച് കരയുന്നത്. ഇന്ന് രാത്രി 2 യേശു ഓശാന പെരുന്നാളിൽ കയറിയൊരു വാതിലുണ്ട്. അതിൻ്റെ പേരാ കിഴക്കേ വാതിൽ. അതിന്നും അടച്ചിരിക്കുക. ചെറുപ്പക്കാർ, ബൈബിളുള്ളവർ ഈ വാക്ക് വായിക്കത്തില്ല. 1967 ഒരു സംഭവം നടന്നു. ജോർദാനിലെ ഹുസൈൻ രാജാവ് ഈ വാതിൽ തുറക്കാൻ നോക്കി. രാജാവ് വീണു. വാതിൽ തുറന്നില്ല. യേശു മടങ്ങി വരും. എസക്കേൽ 44:1-2. അവൻ എൻ്റെ കിഴക്ക് ദർശനമുള്ള വാതിലിനെ കൊണ്ടുപോയി കാണിച്ചു. അതടച്ചിരിക്കണം. ആരും അത് തുറക്കരുത്. യഹോവയായ കർത്താവ് അതിൽ കൂടി കടന്നത് കൊണ്ട് ഈ വാതിൽ അടച്ചിരിക്കണം. ഈ വാതിൽ കൂടി അവൻ വരുമോ? സങ്കീർത്തനം 24. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. കരമുയർത്തുന്നവർക്കായി പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പേ. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. നാഥൻ മടങ്ങി വരും. തീർന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാം ഇവിടെ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഇരിക്കുമ്പോൾ
14 കാര്യങ്ങൾ ആലയത്തിന് വേണ്ടി റെഡിയായി. ഇടവേളയിലേക്ക് 2 വാക്യം കഴിയുമ്പോൾ പിന്നെ 2-3 വാക്യവും കൂടെ. ഇന്ന് രാത്രി 14 കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. സംശയമുണ്ടെങ്കിൽ യോഗം കഴിയുമ്പോൾ എന്നോട് ചോദിക്കാം, ഞാനിവിടെ ചായ കുടിക്കുമ്പോൾ പറയാം. 14 കാര്യങ്ങൾ. 1, ജെറുസലേമിനെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമാക്കി. ടെല്ലവീവായിരുന്നു ജെറുസലേമിൻ്റെ തലസ്ഥാനം. ട്രംപ് വന്ന് ജെറുസലേം ഇസ്രയേലിൻ്റെ തലസ്ഥാനമാക്കി. നമ്പർ 1, പള്ളിക്ക് വേണ്ടി. എല്ലാവരും കേൾക്കണം. 2, എംബസി തുറന്നു. കിടക്കുന്നു അമേരിക്ക. ടെല്ലവീവ് മാറ്റി ജെറുസലേമിൽ എംബസി. ഇന്ത്യ അവിടെ തുറക്കാൻ പോവുക. 3, എല്ലാം കേട്ടോണം, ഇസ്രയേൽ ജൂതരാഷ്ട്രം. ഹമാസുമായിട്ട് പോകുന്ന എല്ലാം ഇതിൻ്റെ അവസാന പരിപാടി. ഇസ്രയേൽ ജൂതരാഷ്ട്രം. 4-ാമത്തെ കാര്യം, ദൈവമക്കൾ, തമിഴ് മക്കൾ ഇത് കേട്ടോണം ക്ലിയറായി. 4-ാമത്തെ കാര്യം, ഇസ്രായേൽ യഹൂദന്മാർ $40 ട്രില്യൺ ആലയത്തിന് വേണ്ടി പിരിച്ചു. 5, 44 വർഷം കൊണ്ട് 44 ദിവസം കൊണ്ട് പണിയാനുള്ള സാധനമെല്ലാം റെഡിയാക്കി. 5, യഹൂദൻ്റെ മുഴുവൻ ലാപ്ടോപ്പിലും ആലയത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ്. 6-ാമത്തെ സംഭവം ദൈവമക്കൾ കൃത്യമായി മനസ്സിലാക്കണം. 6-ാമത്തെ സംഭവം ഏറ്റവും നിർണായകം. ഇന്ന് അത് പണിയുവാൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അവർ നിയമിച്ചു. അതിൻ്റെ പേര് ടീം ആൻഡ് ബെയർ. 7-ാമത്തെ സംഭവം, ഭൂമി തുറക്കുവാൻ, അതിൻ്റെ അടി ക്ലിയറാക്കാൻ ഒരു കൺസൾട്ടിങ്ങിനെ വീണ്ടും കൊണ്ടുവന്നു. അതിൻ്റെ പേര് ഹാൽക്രോ കൺസൾട്ടിങ്. ആലയം തുറന്നാൽ 8, ലേവ്യ പുസ്തകത്തിലെ യാഗം നടത്തുവാൻ 200 കുഞ്ഞുങ്ങളെ തൽമൂദ് പഠിപ്പിക്കുന്നു, കുഴിത്തറ ബൈബിൾ കോളേജ് പോലെ. 9, യെരുശലേം ദൈവാലയത്തിനകത്ത് അവർ അടുത്ത കാര്യം ചെയ്യുന്നു. എന്താ ചെയ്യുന്നതെന്നറിയാം? പശുക്കുട്ടികളെ വളർത്തുന്നു. ദാണ്ടേ ഓൺലൈൻ ഇത് ക്ലിയർ ആയിട്ട് കൊടുക്കണം. ക്ലോണിങ്ങിൽ കൂടെ ചുവന്ന പശുക്കുട്ടികൾ. 10, ഇന്ന് ആദ്യമായി ടെക്സാസിൽ നിന്ന് 4 പശുക്കുട്ടികളെ ഇസ്രയേലിൻ്റെ എയർപോർട്ടിൽ കൊണ്ടുവന്നു ആലയത്തിന് വേണ്ടി. 11-ാമത്തെ സംഭവം ക്ലിയറായിരിക്കണമെല്ലാം. 11-ാമത്തെ സംഭവം, യഹൂദൻ മുഴുവൻ മടങ്ങി വന്നാൽ അവിടെ ട്രാഫിക് ഭയങ്കര പ്രശ്നമാണ്. 6 ജില്ലകൾ മാത്രം, കോടിക്കണക്കിന് യഹൂദന്മാരെല്ലാം കൂടെ ലോകത്തിൽ നിന്ന് വന്നാൽ ഇനി എല്ലാം വരാനുണ്ട്. അവർ വന്നു കഴിഞ്ഞാൽ ട്രാഫിക് നിയന്ത്രിക്കുവാൻ ഒരു ചെറുപ്പക്കാരനെ ഇസ്രയേൽ റെഡിയാക്കി. അവൻ്റെ പേര് റോണി അൽ ഷക്കർ. ബ്രിട്ടൻ പോലീസിൽ നിന്ന് ചീഫ് ആയവൻ ഇന്ന് ട്രാഫിക് നിയന്ത്രിക്കുന്നു. 12, ഏവരും കേൾക്കണം, ആലയത്തിനകത്ത് പുരോഹിതൻ ധരിക്കുന്ന മാർപ്പതക്കവ, അത് ഇസ്രായേൽ മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് അതിൻ്റെ തോടെടുത്ത് $1,70,000 വസ്ത്രം റെഡിയാക്കി. 12-ാമത്തെ കാര്യം. 13, ദേവാലയം വരാൻ പോകുന്നു. 13-ാമത്തെ സംഭവം ഇന്ന് നിങ്ങൾ കേൾക്കണം. ഏറ്റവും നിർണായകമായി അവരുടെ ദൈവാലയത്തിന് വേണ്ടി ഒരു സംഭവം നടക്കുന്നു. ഹനൂക്ക ഫെസ്റ്റിവൽ, അഥവാ ചുവന്ന പശുവിന് ഇടയ്ക്ക് യാഗപീഠത്തിന് പുറത്ത് ആലയത്തിന് വെച്ച് അവർ ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കുന്നു. 14, അടുത്ത സംഭവം, ഇസ്രയേൽ ആലയം പണിതാൽ ഒരു സംഭവം കാണിക്കയിടണം. അതിനൊരു കാര്യം ശരിയാകുന്നു, ബൈബിൾ വായിക്കുക. പുറപ്പാട് പുസ്തകം ക്ലിയർ ആയിരിക്കണം. യഹൂദൻ്റെ ആലയം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം 12, 13 വാക്യങ്ങൾ. മോൻ വായിച്ച് സഹായിച്ചാട്ടെ. ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താന്താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ദൈവാലയത്തിൽ സിനഗോഗ്, യഹൂദന്റെ സിനഗോഗ് വരാൻ പോന്നു. വായിച്ചാട്ട് മോനെ, അര ശേക്കൽ കൊടുക്കണം. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം. എല്ലാവരും കേട്ടോണേ. അരുമயான தமிழ் மக்களே, இந்த நிறைவேற்ற கன்வென்ஷன் கூட்டங்கள் நல் செய்திகள் 2ാമത് ഇറവ് ഇത് കേൾക്കണം. 1948 മെയ് 14 ഇസ്രായേൽ സ്വതന്ത്രമായ അന്ന് അവർക്ക് 1/4 ശേക്കലും അര ശേക്കലും ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ 50 പൈസ ഇപ്പം കാണാനില്ല, കടക്കാരും എടുക്കത്തില്ല. അതുപോലെ 78 ഇപ്പം യഹൂദന് നല്ല പണമായി അവന്മാർ അര ശേക്കലും മാറ്റി. കേട്ടോണം, ഈ കോവിഡ് കാലത്ത് ഒരു സംഭവം നടന്നു. ഇസ്രയേലിലെ ട്രഷറി തലയെണ്ണ എടുത്ത സെൻസസ് ആധാർ എടുക്കുന്ന പോലെ 20 വയസ്സ് കഴിഞ്ഞ് എല്ലാവർക്കും കൊണ്ടുവന്നു വീട്ടിൽ കൊടുത്തിരിക്കുക നാണയം. നമ്മുടെ ആലയം ഏത് സമയവും പണിഞ്ഞാൽ കാണിക്ക ഇടാൻ, ആലയം ഇതിനകത്ത് വഴിപാട് കഴിക്കാൻ ഓരോ വീട്ടിലും കാണിക്കുന്ന നാൾക്കളിൽ അര ശേക്കൽ കൊടുത്തു. യഹൂദന ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. അങ്ങനെയെങ്കിൽ ചിലർ കൊണ്ട് 10 ശേക്കലിടും, 20 ശേക്കലിടും. ചിലവർ പണം ഇല്ലാത്തവർ ഇടാതിരിക്കലോ. അതുകൊണ്ട് ഗവൺമെൻറ് നേരിട്ട് സെൻസസ് എടുത്ത് 20 വയസ്സ് കഴിഞ്ഞവർക്ക് ഇസ്രായേൽ വീട്ടിൽ ആലയം കൊടുത്തിരിക്കുക. ആ നാണയം കൊണ്ടിരിക്കുക, ഏത് സമയം കാണിക്കയിടാൻ. അടുത്തത് മോൻ വായിച്ചാട്ടെ. എന്താ 20 ശേക്കലിന്റെ പ്രത്യേകത? ക്ലിയർ ബൈബിൾ. അടുത്ത വാക്ക്,
ഷേക്കൽ എന്നത് 20 ഗേര. ഷേക്കൽ എന്നത് 20 ഗേര. അടുത്തത് ആ അരശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. ആ അരശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. ഇനി ഇസ്രായേൽ മക്കൾ വായിച്ചിട്ട് മോനെ അടുത്തത്. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതെയും ഉള്ളവനെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. കുഞ്ഞുങ്ങളിടണ്ട, 20 വയസ്സ് താഴെയുള്ളവരിടണ്ട. അതാ ഞാൻ പറഞ്ഞു 20 വയസ്സ് മേളിലുള്ളവരുടെ സെൻസസ് എടുത്ത് കാണിക്കയ്ക്ക് വേണ്ടി കൊണ്ടു കൊടുത്തു. അടുത്ത വാക്ക്, നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ അരശേക്കലിൽ അധികം കൊടുക്കരുത്. എലോൺ മസ്കോ യഹൂദൻ, അവൻ അരശേക്കലിൽ കൂടുതൽ കൊടുക്കാൻ പറ്റത്തില്ല, ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാർ ഇസ്രായേലിൽ കാണും. അവരെ പൈസ ഇല്ലാതെ അവര് ബുദ്ധിമുട്ടരുത്. ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും അരുത്. മതി. എല്ലാവർക്കും ആലയത്തിൽ ഒരു കണക്കിന് അരശേക്കൽ കൊടുത്തെങ്കിൽ വരാൻ പോകുന്ന യഹൂദന് വേണ്ടി ഒരാലയം, ആലയം അവിടെ ഉയരുന്നതിന് മുമ്പ് കാന്തന്റെ കാഹളം മധ്യാകാശത്തിൽ ധ്വനിക്കും. കരമുയർത്തുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ആന്റി ക്രൈസ്റ്റ് ആലയം പണിഞ്ഞു കൊടുക്കുന്നത് എതിർക്കസു തീർന്നില്ല. അടുത്തത് കോവിഡ് ചെറിയ സംഭവമല്ല. ഇന്ന് ഒക്ടോബർ 7 ഹമാസുമായിട്ടുള്ള പോരാട്ടം 300 ദിവസം കഴിഞ്ഞു. ഞാനിവിടെ അപ്പുറത്ത് ആനപ്പാറയിൽ പ്രസംഗിച്ചുകൊണ്ട്, തൊട്ടടുത്ത് പോയിട്ട് പ്രസംഗിച്ചുകൊണ്ട്, അത് പ്രസംഗിക്കാത്ത അന്ന് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, സകല യഹൂദന്മാർക്കും മടങ്ങി വരാം. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ അപ്പൻ ആരോ ആയിക്കോട്ടെ പ്രശ്നമില്ല, നിങ്ങളുടെ പാസ്പോർട്ടിനകത്ത് അമ്മയുടെ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് മടങ്ങി വരാം. വാം വെൽക്കം ടു ഇസ്രായേൽ. ഇന്ന് രാത്രി എല്ലാവരും കേൾക്കണം, ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വരയുണ്ട്. അതിന് ഇസ്രായേൽ വിളിക്കുന്ന എലാത്തെന്ന ഒരു ജില്ലയുടെ ഭാഗമാണ്. അവിടെ വെറും തരിശായിട്ട് കിടന്ന് ആയിരക്കണക്കിന് വീടുകൾ ഇസ്രായേൽ പണിയുന്നു മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി. ഇന്ന് രാത്രി അടുത്ത സംഭവം, ഇസ്രായേലിൽ ഒരു എയർപോർട്ടുണ്ട്, ടെല്ലവീവ്. അതാ ഡേവിഡ് ബെൻഗൂറിയോൻ അന്താരാഷ്ട്ര വിമാനത്താവളം. അവിടെ വരുന്നവരെ കൈപിടിച്ച് സ്വീകരിക്കാൻ യഹൂദന് വേണ്ടി ഒരു ഗ്രൂപ്പ് തയ്യാറായി. അവരുടെ പേരാ റോഷ് ഹോസന്ന ഗ്രൂപ്പ്. എല്ലാം മനസ്സിലാക്കണം. നിങ്ങൾ ഈ പെന്തിക്കോസുകാരുടെ കൺവെൻഷൻ പോയി അവിടെ നിന്ന് ഇത് പറയത്തുമില്ല. സ്വോത്രം, ഇതൊരു അന്ത്യദിനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ചങ്കുകീറിയ പറയുന്ന സ്വോത്രം. റോഷ് ഹോസന്ന ഗ്രൂപ്പ് മടങ്ങി വരുന്ന യഹൂദന് വീടും കാറും കൊടുക്കാൻ തയ്യാർ. അങ്ങനെയെങ്കിൽ യഹൂദൻ മടങ്ങി വരുമോ? അതായി കോവിഡ്. എന്തുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു സകല യഹൂദന്മാരും മടങ്ങി വരണം? എന്ത്? 1 ഒരാലയം, 2 അന്തിമ യുദ്ധം, കരമുയർത്തുന്നവർക്കായി സ്വോത്രം. അതിനുവേണ്ടി യഹൂദൻ മടങ്ങി വരും. വചനമുണ്ടോ? കോവിഡിന് ശേഷം യഹൂദൻ മടങ്ങി വരും. എസക്കേൽ പ്രവചനം 36:24. വാക്യം അതുകൊണ്ടായി പാസ്റ്റർ കൊണ്ട് വായിപ്പിക്കുന്നത്. നിങ്ങൾ അറിയണം, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയാൽ നാളെ പറയും പാസ്റ്റർ എന്ത് പറയും. എസക്കേൽ 36:24, കോവിഡ്, ഇസ്രായേൽ, ഹമാസ്. വായിച്ചാട്ട് മോനെ. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നും കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. കരമുയർത്തുന്നവർക്കായി. അതാ കോവിഡ് കാലം. എല്ലാവരും ടെലിവിഷൻ കാണുന്ന രജനീകാന്തിന്റെ സിനിമയല്ല. കോവിഡ് കാലത്ത് ആസാം, മണിപ്പൂർ സകല യഹൂദന്മാർ യാത്രയായി. കണ്ടില്ലേ? എത്യോപ്യ യഹൂദന്മാർ യാത്രയായി വരുന്നവരെ സ്വീകരിക്കാൻ. അതാ കോവിഡും ഇസ്രായേൽ ഹമാസും. യഹൂദൻ മടങ്ങി വരുന്നെങ്കിൽ ഹല്ലേലൂയ, ഒരു 3-ാം ലോകമഹായുദ്ധത്തിന്റെ ചാലുകൾ ഒരുങ്ങാറായി. എന്നാൽ ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വാഗാ അതിർത്തിയിൽ വെച്ച് പട്ടാളക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും കോൺസുലേറ്റുമാരെ കൈമാറ്റം ചെയ്യുന്നത് പോലെ യഹൂദന്റെ മടങ്ങി വരവിൽ ഉലകത്തിൽ ഒരു തേട് വേൾവാർ നടക്കാൻ കാലമായി. ആ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ ഒരു ഒഴിച്ചുമാറ്റൽ നടക്കും. ആരാ? യാഗം കഴിച്ചെന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ യേശു മടങ്ങി വരും. രാത്രി കുഞ്ഞാടിന്റെ ദിവസം അടുത്തുപോയി. തീർന്നില്ല. ആന്റി ക്രൈസ്റ്റ് വരുന്നത്. ഇരമ്യാ പ്രവചനം 6:14. ഇന്നത്തെ ഇസ്രായേലിന്റെ വേദന തീർക്കുമെന്ന് പറഞ്ഞ അവൻ വരുന്നത്. ഒരു വാക്കൂടെ കഴിഞ്ഞ് ഇടവേള. ഇരമ്യാ പ്രവചനം 6:14. കുഞ്ഞു വായിച്ചാട്ടെ. ഇരമ്യാ പ്രവചനം 6:14. ഇരമ്യാ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. ആന്റി ക്രൈസ്റ്റ് സമാധാനമില്ലാതിരിക്കെ. ഇന്ന് സമാധാനം വല്ലതും ഉണ്ടോ മക്കളെ? ടെലിവിഷൻ കാണുന്ന തമിഴ്നാട് നല്ല ടെലിവിഷൻ, നല്ല പേപ്പർ നിങ്ങളുടെ വീട്ടിൽ വരുന്നത്. ഇന്ന് എവിടെ ഇസ്രായേലിനകത്ത് സമാധാനം? രാത്രിയാകും വിചാരിക്കും ഇന്ന് എവിടുന്ന് ആ ബോംബ് വരുന്നതെന്ന്. ലെബനോനിൽ നിന്ന് വരുമോ? ഇറാനിൽ നിന്ന് വരുമോ? ഹൂത്തി വിമതരടിക്കുമോ? ഇതാ സമാധാനം ഇല്ലാത്ത കാലം. വല്ലതൊക്കെ മനസ്സിലാവുന്നോ? സ്വോത്രം തീരാൻ പോവുക.
അതിൻ്റെ ഇടയ്ക്ക് അന്തിക്രിസ്തു വരും സമാധാനമായിട്ട് വെള്ളക്കൊടി പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സ്വന്നാട്ട് അവൻ വരുമെന്ന് വായിച്ചാട്ട് അടുത്തത് സമാധാനം എന്ന് പറഞ്ഞ് സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിന് എന്റെ ജനം ആലയമില്ല ലഘുവായ വായിച്ചാട്ട് ലഘുവായി ചികിത്സിക്കുന്നു. ലഘുവായി പൂർണ്ണ സമാധാനം കുടിക്കുകയല്ല. അവരോട് പറയും വെടി നിർത്ത്, പള്ളി ഞാൻ പണിയാം. അങ്ങനെ ഒരുവൻ വരും, അവൻ അടുക്ക വാതിൽക്കൽ. ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ് ലോകത്തിന്റെ അവസാനം അടയാളം എന്തെന്ന് പറഞ്ഞു യേശു പറഞ്ഞു. അത്തിയെ നോക്കി ഒരു പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതാ ഇല തളിർക്കുമ്പോൾ വേനൽ. അരുമயான செய்திகளை കേൾക്കള്. അൻപാന തമിഴ് മക്കള്, കഴിഞ്ഞ 300 നാൾക്കളായി ഇസ്രയേൽ കത്തുന്നു, സ്വസ്ഥതയില്ല. ഇതിൻ്റെ പിൻപിൽ ഒരുവൻ ഭരണത്തിൽ വരാൻ പോകുന്നു, അവൻ അടുക്ക വാതിൽക്കൽ, ആന്റി ക്രൈസ്റ്റ്. ഇത് കേൾക്കണം. അങ്ങനെയെങ്കിൽ അവൻ ആലയം പണിയുവാൻ വരും. അതുകൊണ്ട് യേശു പറഞ്ഞു ഒരുവൻ വരുന്നു. അങ്ങനെയെങ്കിൽ വായിക്കാം ഇടവേളയിലേക്ക്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഞാനല്ല പറഞ്ഞത്, വായിക്കുന്ന മോനല്ല പറഞ്ഞത്, ബഹുമാനപ്പെട്ട ഊളിയക്കാരൻ പാസ്റ്ററല്ല പറഞ്ഞു. യേശു പറഞ്ഞു ലോകത്തിന്റെ, വായിച്ചാട്ട് മക്കള്, യോഹന്നാൻ 14:30 വായിച്ചാട്ട്. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. യോഹന്നാൻ 14 ആ ക്രൂശീകരണത്തിന് മുമ്പ് യേശു ശിഷ്യന്മാരോട് സംവദിക്കുന്നതാ. യോഹന്നാൻ 14. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നാളെ അത് പറഞ്ഞുതരാം. ഞാൻ ഇനി അധികം നിങ്ങളോട് സംസാരിക്കുകയില്ല. അടുത്തത് ലോകത്തിന്റെ പ്രഭു വരുന്നു. കരമുയർത്തിയാട്ട് യവനാ എതിർ ക്രിസ്തു, ലോകത്തിന്റെ പ്രഭു വരുന്നു. യേശു പറഞ്ഞു പിന്നെ അവന് എന്നോട് ഒരു കാര്യവുമില്ല. യേശുവിനോട് അവനൊരു കാര്യം പിന്നെ ഇല്ലെങ്കിൽ പിന്നെ യേശുവിൻ്റെ മക്കളായ നമ്മളോട് വല്ല കാര്യമുണ്ടോ? സ്തോത്രം. അങ്ങനെയെങ്കിൽ അവൻ വരുന്നതിന് മുമ്പ് എൻ്റെ നാഥൻ മടങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണേ. 1 സമാഗമന കൂടാരം, 2 ശലോമോന്റെ ആലയം, 3 ഏറ്റവും നല്ലത് 3-ാമത്തെ ആലയം എസ്രാ നെഹമ്യാവ് സെരബാബേൽ കോരശിനെ കൊണ്ട് പണിഞ്ഞ ആലയം. പെന്തക്കോസ് വരുന്ന ഇന്ന് 4-ാമത്തെ പണി ഹേരോദാവ്. സമാഗമന കൂടാരം, ശലോമോന്റെ ആലയം, കോരശ് എസ്രാ നെഹമ്യാവ്. അതിനെ ഹേരോദാവ് പുതുക്കി പണിഞ്ഞു. ആ ആലയം അവിടെ തകർന്നു പോയി. ഇനി 5-ാമതൊരാലയമായി യഹൂദൻ എതിർക്രിസ്തു ഒരാലയം ഇവിടെ പണിയാൻ പോകുന്നു. എന്നാൽ 39-ാമത് കൺവെൻഷന് ഇന്ന് നൽചെയ്തി കൂട്ടങ്ങളിലിരിക്കുന്ന തായെ തകർപ്പര് 2 ആലയം ഭൂമിക്കകത്ത് വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. യഹൂദന് വേണ്ടി അവിടെ ഒരാലയം ഉയരുന്നതിന് മുമ്പ് മറ്റൊരാലയം ഇവിടെ നിന്നെടുക്കപ്പെടും. ഏതാ? കരമുയർത്തുന്നവർക്കായി പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമായി. കരമുയർത്തുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി. ആ കരത്തെ ഒന്ന് ഉയർത്തിപ്പിടിക്കാം. കരത്തെ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുന്നു. ഇന്ന് രാത്രി ലോകത്തിന്റെ പ്രഭു ഇവിടെ ഭരിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രത്യാശ ഒരു രാജാവ് നീതിയോടെ വാഴും. അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. അത്ഭുതമന്ത്രി വീരനാം ദൈവ സമാധാനത്തിന്റെ പ്രഭുവായി യേശു മടങ്ങി വരൂ. 39-ാമത് കൺവെൻഷൻ. ഒരിക്കൽ കൂടി ഇന്ന് രാത്രി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. 2-ാമത് കൺവെൻഷൻ കൂട്ടങ്ങളിൽ നൽസെയ്തികളെ കേൾക്കുന്ന അരുമயான ഒലിപ്പക്കത്തെ പിള്ളകളെ എങ്കമേ പോകക്കൂട മുടിയാതെ ഇന്ന് രാത്രി ഹൃദയത്തിനകത്ത് വചനം കേട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. യേശു എൻ്റെ ഏക ദൈവം, യേശു രക്ഷിതാവ്, കർത്താവ്. ഇന്ന് രാത്രി ആര് കരമുയർത്തും അവൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജീവപുസ്തകത്തിൽ പേരെഴുതിയവനെ ചേർക്കാൻ യേശു മടങ്ങി വരാറായി.